പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യത്തോടെ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ഒരു സാവകാശത്തോടെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയമകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ നീ അനുഗ്രഹിക്കണം. ദൈവകൃപയാൽ ഞങ്ങളെ പുതിയണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളോട് വെളിപ്പെടണം. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളോട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം ദൈവം നടത്തിയ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് പ്രിയ സിസ്റ്റർ ആൻസി ബിജു ആണ്. ആൻസി സിസ്റ്റർ ജോയിൻ ചെയ്തിരിക്കുന്നത് സ്കോട്ട്ലൻഡിൽ നിന്നാണ്. പ്രിയ സിസ്റ്റർ ഞങ്ങൾ സ്നേഹത്തോടെ നമ്മുടെ വിമൻ ഫോർ ജീസസിൻ്റെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട്. ആൻസി സിസ്റ്ററും കുടുംബവും പ്രിയ ബിജു ബ്രദർ ആസാദിയുടെ ആരംഭകാലം മുതൽ നമ്മളുമായിട്ട് നല്ല ഒരു ആസാദിയുടെ ഒരു വലിയ സപ്പോർട്ടർ, നമ്മുടെ പ്രാർത്ഥനാ സഹകാരി, ഈ രീതിയിൽ നല്ല ബന്ധമുള്ള ഒരു കുടുംബമാണ്. ബിജു ബ്രദർ പലപ്പോഴും പല ആളുകളുടെയും പേരുകൾ ആസാദിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ആൻസി സിസ്റ്റർക്കൊരു നല്ല സാക്ഷ്യമുണ്ട്, കൊണ്ടുവരണം എന്നൊരാവശ്യം പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറ്റു ചിലർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഇതുപോലെ സ്കോട്ട്ലൻഡിൽ ഒരാളുണ്ട്, ഒരു നല്ല സാക്ഷ്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കറിയാവുന്ന ഫാമിലിയാണല്ലോ, പക്ഷേ ഈ സാക്ഷ്യത്തിൻ്റെ കാര്യം മാത്രം എനിക്ക് അറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോഴായിരുന്നു ദൈവത്തിൻ്റെ സമയം അല്ലേ? അതെ, വിചാൻ പല കണ്ണാളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിലുമൊക്കെ വലിയ സാക്ഷ്യമുള്ളവർ, ഇനി അനുഭവമുള്ളൊരു അവസരം അവർക്ക് ഞാനായിട്ട് നമുക്ക് അങ്ങനെ പറയണ്ടാന്ന്. പക്ഷേ പിന്നെ അനു സിസ്റ്റർ അബുദാബിയിലുള്ള എന്നോട് പറയാതെ തന്നെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു. ഇങ്ങനെ ഞാൻ പാസ്റ്റർക്ക് ഞാൻ പറഞ്ഞു, ഇല്ല അനു എന്തിനാ കൊടുത്തേ, ഇല്ല ചേച്ചി പറ എന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ ഹിതം കർത്താവ് എന്റെ സാക്ഷ്യത്തിൽ കൂടി ആരെങ്കിലും ഒരാളെങ്കിലും ആത്മീയമായി നിത്യജീവനിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെയാണെങ്കിൽ മാത്രമേ പാസ്റ്റർ എന്നെ കോണ്ടാക്ട് ചെയ്യാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പാസ്റ്റർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ദൈവം ആരെയെങ്കിലും നേടാനുണ്ട് എന്നിങ്ങനെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതെ, സിസ്റ്ററെ, നമ്മുടെ ചാനലിൽ ഒരു വർഷങ്ങൾ കൊണ്ട് ഞാനുമായിട്ട് പരിചയമുള്ള, എപ്പോഴും എന്നോട് മെസ്സേജൊക്കെ ഇടുന്ന പലരുണ്ട്. അവർക്കൊക്കെ നല്ല സാക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അവരെല്ലാവരും സിസ്റ്റർ പറഞ്ഞ പോലെ പറയുന്നത്, പാസ്റ്ററെ ഞങ്ങളുടെക്കാട്ടിലും എത്രയോ നല്ല സാക്ഷ്യങ്ങളുണ്ട്. സത്യത്തിൽ അങ്ങനല്ല. നമ്മുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിടുതലാകും, അനുഗ്രഹമാകും. കാരണം നമുക്കത് ചെറിയ സാക്ഷ്യമെന്ന് തോന്നിയാലും ദൈവപ്രവൃത്തി മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ കേൾക്കുന്നവർക്കതൊരു മഹാ അത്ഭുതമായിരിക്കും. എനിക്കറിയാം സിസ്റ്ററിനൊരു വലിയ സാക്ഷ്യമുണ്ടെന്നറിയാം. അതുകൊണ്ട് അതൊരു ചെറിയ സാക്ഷ്യമൊന്നുമല്ല, അനേകർക്ക് അത് വിടുതലും അനുഗ്രഹമായി തീരുകയാണ്. വിജുബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന മക്കൾ, അവർ നമ്മുടെ യുവ ഫോർ ജീസസിൽ നേരത്തെ റെഗുലർ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എനിക്കൊന്ന് നമ്മുടെ സൺഡേ സ്കൂളിനും ഇടയ്ക്ക് കയറുമായിരുന്നു അല്ലേ ബോംബെയിലെ? ഇടയ്ക്ക് കയറുമായിരുന്നു. ഇപ്പൊ പിന്നെ ഈ ടൈമിന്റെ ഒക്കെ ഇതായത് കൊണ്ട് നിങ്ങളെ ഗൾഫിൽ നിന്ന് അങ്ങ് സ്കോട്ട്ലൻഡിലേക്ക് പോയ ശേഷം ടൈം അഡ്ജസ്റ്റ് ആകുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഹാർവെസ്റ്റ് മിഷൻ ചർച്ചിൻ്റെ സൺഡേ സ്കൂളിലൊക്കെ പല പ്രാവശ്യം കുഞ്ഞുങ്ങൾ കയറിയിട്ടുണ്ട്. മക്കളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നല്ല ബന്ധമുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്ററെ നമ്മുടെ ഈ വിമൻ ഫോർ ജീസസിൻ്റെ സെഷനിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയൊക്കെ നമ്മൾ മുഖവരയായിട്ട് പറഞ്ഞു. എന്നാൽ പരിചയപ്പെടാൻ വേണ്ടി ജനിച്ചു വളർന്ന സ്ഥലവും വീടും വീട്ടുകാരും കുടുംബവും ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് അനേകർക്ക് അനുഗ്രഹമായിരിക്കും. ഞാൻ ജനിച്ചു വളർന്നത് പുതുപ്പള്ളി തോട്ടയ്ക്കാട്, അവിടെ കോട്ടയം ജില്ലയിലാണ്. എനിക്ക് പപ്പയും അമ്മയും പക്ഷെ രണ്ടുപേരും ഇന്ന് നിത്യതയെ വിശ്രമിക്കുന്നു. പിന്നെ ഞങ്ങൾ 5 പെൺപിള്ളേരാണ്, ഞാൻ 5ാമത്തെ ആളാണ്. ഞങ്ങള് രണ്ടുപേരും കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ആക്കപ്പെട്ടു. പക്ഷെ ഇനി 3 പേരും കൂടെ പൂർണ്ണമായ ദൈവസന്നിധിയിലേക്ക് ആകാനുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ കുടുംബം. പിന്നെ ബിജു ബ്രദറിന്റെ ഒക്കെ വീട് എവിടെയാണ്? കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാൻ കൊട്ടാരക്കര. അവിടെയും പപ്പയും അമ്മയും മരിച്ചുപോയി, അവധിത്തിൽ നിന്ന് വിശ്രമിക്കുന്നു. ബാക്കി അവര് 6
ആൺപിള്ളേരാണ്. അതിനകത്ത് 6ാമത്തെ ആളാണ് എൻ്റെ ഹസ്ബൻഡ്. ബാക്കി അവര് ഒരാൾ മാത്രമേ ഉള്ളൂ നാട്ടില്. ബാക്കി എല്ലാവരും പല പല സ്ഥലങ്ങളിൽ. ഇവിടെ UK തന്നെ ഉണ്ട് ഒരാള് അയർലൻഡില്. അങ്ങനെ ഒരാള് അബുദാബിയിലുണ്ട്, ഒരാള് മരിച്ചുപോയി. അങ്ങനെ ഒരാള് നാട്ടിലുണ്ട്. അങ്ങനെ അവര് 6 പേരടങ്ങുന്ന കുടുംബം. പപ്പയും മമ്മിയും മരിച്ചുപോയി. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വിശ്വാസ പശ്ചാത്തലമായിരുന്നോ കോട്ടയം പുതുപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ? ഇല്ല, എൻ്റെ വീട്ടിലെ പപ്പയും അമ്മയും, എൻ്റെ അമ്മ നേരത്തെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നതാ. പക്ഷേ പപ്പയെ പേടിച്ച് ഇങ്ങനെ പറയാതെയൊക്കെ ഇരുന്നു. അങ്ങനെ പക്ഷെ 35 വർഷം പ്രാർത്ഥിച്ചു. ദൈവം കർത്താവിന്റെ സന്നിധി കൊണ്ടുവന്നിട്ട് എൻ്റെ പപ്പയും ദൈവസന്നിധിയിൽ നിന്ന് എടുക്കപ്പെട്ടത്. പക്ഷെ ഞങ്ങൾ കാതോലിക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഞാൻ മാത്രമേ ബെന്തിക്കോസ് എന്ന വ്യവസ്ഥയിൽ കല്യാണം കഴിച്ചുള്ളൂ. ബാക്കി എല്ലാവരും അല്ലാത്ത സമുദായികമായ ഇതിലാണ്. ആ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ പെന്തക്കോസ്തിൽ വിച്ചാന്റെ വീട്ടിൽ ഒരു ബിജു ബ്രദറൊക്കെ പെന്തക്കോസ്തിലുള്ളപ്പോൾ തന്നെയാ കല്യാണം അല്ലേ? അതെ അതെ. അവരുടെ ഒരു പശ്ചാത്തലം എങ്ങനെ? എന്റെ ബിജു ആ ബ്രദർക്ക് സമയമായപ്പോഴത്തേനാണ് എന്റെ പിതാവും മാതാവും മാറി. അതിനു മുമ്പ് തന്നെ ദൈവം എന്നെ തൊട്ടു. അങ്ങനെ ഞങ്ങൾ മാറി. വിച്ചാന്റെ വീട്ടില് അവര് മർത്തോമയിലായിരുന്നു. അവര് ഒരു സഹോദരൻ ദൈവസന്നിധിയിൽ ആയി. അങ്ങനെ അവര് കുടുംബമായിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് മാറി. പക്ഷെ അവരെല്ലാവരും തന്നെ ദൈവത്തെ ആരാധിക്കുന്നവരാ. ശരി. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. ഇത്രയും വർഷങ്ങൾ നമുക്ക് പരിചയങ്ങളുണ്ടെങ്കിലും സാക്ഷ്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കാൻ പോകുന്നത്. സിസ്റ്റർ ആരംഭം മുതലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ പറയാം. ഓക്കെ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ദൈവത്തിന്റെ വലിയ ഭാഗ്യത്തെ ഓർത്ത്, ദൈവം തന്ന ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അതിന് അവസരമൊരുക്കിയ പിന്നെ പാസ്റ്ററോടും ഷാൻഡി സിസ്റ്ററിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതിന് മുഖാന്തരമായത് അനു സിസ്റ്റർ അബുദാബിയിലായിരിക്കുന്ന ന്യൂസിനോടുള്ള നന്ദി അറിയിക്കുന്നു. അവരെയൊക്കെ ഞങ്ങള് സ്നേഹത്തോടെ ഞങ്ങള് ഒരുമിച്ച് ഒരു ഫാമിലിയായിട്ട് ആത്മീയ സഹോദരങ്ങളാണ്. ഞങ്ങള് ഒരുമിച്ച് അവിടെ അബുദാബിയിൽ പല വർഷങ്ങളായിട്ട് ഞങ്ങളായിരുന്നവരാണ്. അപ്പം അവരെയൊക്കെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ, അപ്പോൾ ഇടയ്ക്ക് ഞാനിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഈ അനു സിസ്റ്ററും ഞങ്ങളുടെ നാട്ടുകാരാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നോട് പറയുമായിരുന്നു. അതെ, എൻ്റെ പെങ്ങടെ കൂടൊക്കെ അവരുടെ പിന്നെ സിസ്റ്റർ പഠിച്ചതാണ്. അങ്ങനെയൊക്കെ അല്ലേ ബന്ധം ആ കുടുംബവുമായിട്ടുണ്ട്. എൻ്റെ പേര് പറഞ്ഞതുപോലെ ആൻസി ബിജു. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ പറഞ്ഞതുപോലെ ഞാൻ തോട്ടയ്ക്കാട് പുതുപ്പള്ളി കാത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. എൻ്റെ അമ്മ എന്ന് പറയുന്നത്, അപ്പം എൻ്റെ സാക്ഷ്യം പറയുമ്പം എൻ്റെ അമ്മയുടെ കാര്യം കൂടെ എനിക്ക് പറഞ്ഞേ പറ്റൂ. അപ്പം ഞങ്ങള് 5 പെൺപിള്ളേരായിരുന്നു. എൻ്റെ മമ്മിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് പപ്പായ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അങ്ങനെ മദ്യപാനം ഒന്നും ഇല്ലായിരുന്നു. ഒരു മോളെ ഉള്ളായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് നല്ല സ്വത്തുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന ഒരാളെ മാത്രമേ എൻ്റെ അമ്മയുടെ പപ്പ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ പപ്പ ദത്ത് നിന്നാണ് എൻ്റെ വീട്ടിൽ വന്നത്. അപ്പം അന്നേരം നല്ല ജോലിയൊക്കെ ഉണ്ട്. ട്രാൻസ്പോർട്ട് ബസ്സിൽ കണ്ടക്ടർ ആയിരുന്നു. അതിന്റെ കൂടെ തടിക്കച്ചവടം ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സാമ്പത്തികമായിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ കൂട്ടുകാർ കൂടി എൻ്റെ പപ്പ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ മദ്യപാനത്തിലേക്ക് അത് എത്തിച്ചേർന്നു. വളരെ ഭയങ്കര കാറ് ഡ്രൈവർ കൊണ്ടുവന്ന് വീട്ടിലിറക്കും രാത്രിയാകുമ്പം. അങ്ങനെ ഒരു മദ്യപാനം കാരണം ഓരോന്ന് എൻ്റെ മമ്മിയുടെ അമ്മയ്ക്കുണ്ടായിരുന്ന സ്വത്തുകൾ പലതും നഷ്ടപ്പെടുത്താൻ തുടങ്ങി. അപ്പം ഒത്തിരി ഞങ്ങള് പ്രയാസത്തിലേക്ക്. അപ്പം ഞങ്ങളുടെ ആ വീട് ഇരിക്കുന്ന സ്ഥലം മാത്രം ഞങ്ങൾക്ക് ബാക്കിയായി. ബാക്കിയെല്ലാം എൻ്റെ പപ്പ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഈ കുടി കാരണം. ലാസ്റ്റ് എൻ്റെ അമ്മയ്ക്ക് ഒരു സമാധാനമില്ലാത്ത എൻ്റെ മമ്മിയുടെ പപ്പ പറയുമായിരുന്നു, അയ്യോ ഞാൻ ഒത്തിരി ഇത് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ മകളെ വളർത്തിയതാ. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ അമ്മയ്ക്ക് വളരെ വേദനയായി. ഇങ്ങനെ എന്നും അപ്പൊ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ പ്രായത്തിൽ ഇങ്ങനെ പപ്പ എപ്പോഴും ഇങ്ങനെ ചിലപ്പം എല്ലായിടത്തൊക്കെ കിടക്കുന്നത് കാണാം, അവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസത്തിൽ കൂടെ കടന്നു പോയി. എൻ്റെ മനസ്സിലും അതൊക്കെ അന്ന് തൊട്ടൊരു വേദനയാണ്. കർത്താവേ, ഇങ്ങനെ എൻ്റെ പപ്പ ഇങ്ങനെ മദ്യപാനത്തിന്റെ അവസ്ഥയിലാണല്ലോ എന്നൊക്കെ പലപ്പോഴും ഞാൻ വേദനയോടെ ഓർത്തിട്ടുണ്ട്.
പക്ഷെ ഞങ്ങളും 5 പെൺപിള്ളാരാ. അപ്പം ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മയ്ക്ക് ഇപ്പം രാത്രിയായിട്ട് എൻ്റെ പപ്പയെ കണ്ടില്ലെങ്കിൽ പിന്നെ ഒന്ന് ഇറക്കി വിടാൻ ആരും ഇല്ല. അപ്പം ഞങ്ങൾ പെൺപിള്ളാരാ. പിന്നെ ഞങ്ങൾ ആരേലും ഒരാളും കൂടെ അമ്മയും കൂടെ പോയി അവിടെ കവലയിലൊക്കെ ചെന്നിട്ട് ചോദിക്കും. പപ്പയ്ക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ട്, അപ്പൊ അവരോടൊക്കെ ചോദിക്കും കണ്ടോ എന്ന് ചോദിക്കും. അപ്പം ചിലപ്പോൾ അവര് ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെന്നേലും ഒക്കെ ചെയ്തോണ്ട് വരും. പിന്നെ കാറൊക്കെ ഇപ്പം കാറ് നടക്കുന്നോണ്ടായിരിക്കും എന്നോർത്ത് കാറൊക്കെ വിറ്റു. പക്ഷെ എന്നാലും അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒക്കെ പിന്നെ കടയിലൊക്കെ കിടക്കും, കടയിൽ തന്നെയിലൊക്കെ കിടക്കും, അങ്ങനത്തെയൊക്കെ അവസ്ഥയായി. അപ്പം അമ്മ എപ്പോഴും പറയും, കർത്താവേ എനിക്കൊരു ആൺകുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. അപ്പം അതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വേദനയായിട്ടുണ്ട്. കർത്താവ് ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നില്ലല്ലോ, ഞങ്ങൾ 5 പെൺപിള്ളേരാണല്ലോ അതൊക്കെ. പക്ഷെ ദൈവം ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് നമ്മളെ നേടിയെടുക്കണമെങ്കിൽ ദൈവം പല വഴികളിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുന്നെന്ന് അന്നൊന്നും പക്ഷെ എനിക്കിതൊന്നും അറിയത്തില്ലെന്ന്. പക്ഷെ ഈ അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഈ വിഷമമായപ്പോൾ അമ്മ ഈ ഐക്യ കൂട്ടായ്മകൾക്കൊക്കെ പോകാൻ തുടങ്ങും. ഇങ്ങനെ മർത്തോമക്കാരും കത്തോലിക്കര് കുറവ്, പക്ഷെ ഞങ്ങള് കത്തോലിക്കരായിരുന്നു. യാക്കോബക്കാരെ എല്ലാവരും കൂടെ ഉള്ള ഐക്യ കൂട്ടായ്മകൾക്കൊക്കെ അമ്മ പോകാൻ ഒരു സമാധാനത്തിനായിട്ട്. വൈകിട്ട് ചിലപ്പം വന്നു കഴിഞ്ഞാൽ എന്റെ പപ്പ വന്ന് വഴക്കുണ്ടാക്കും. എന്റെ അപ്പച്ചനും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അപ്പച്ചനും അത് ഇഷ്ടമില്ല, ഇങ്ങനെ വന്ന് കുടിച്ചിട്ട് ഇങ്ങനെ പറയുന്നു നോക്കാം. അപ്പൊ അതിന് അപ്പച്ചനും ഇത് ചെയ്യും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം അമ്മ ഇങ്ങനെ ഒരു സമാധാനത്തിനായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ അവിടെ നിന്ന് വചനമൊക്കെ കേൾക്കും. അവിടെ ഇങ്ങനെ എല്ലാരും പള്ളിയിൽ പോകുന്നവരാ, പക്ഷെ പള്ളിയിലേതായ ഒരു കാര്യവും ഇല്ല. ഇങ്ങനെ കൂട്ടായ്മകൾ കൂടും, പ്രാർത്ഥിക്കും, വചനം പറയും, ഓരോരുത്തർ അങ്ങനെ ആണ്. അപ്പം അതൊന്നും പപ്പ ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങള് പപ്പ വരുന്നതിന് മുമ്പ്, വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തും, അല്ല ഞങ്ങളെ വഴക്ക് പറയും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനൊക്കെ. അതുപോലെ വീട്ടിൽ ഇരുന്ന് കൈ കൊട്ടിഞ്ഞിട്ട് ഞങ്ങൾ പാടാനൊക്കെ തുടങ്ങും. പാടുമ്പം കൈകൊട്ടി പാടാനൊന്നും സമ്മതിക്കില്ല, അന്നേരം പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ നമ്മള് സമുദായത്തിലുള്ളപ്പം ഇതിലായി ഇരിക്കുന്നതൊക്കെ. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു ദൈവഭയം ഒക്കെ ഉണ്ട്. ഇങ്ങനെ തെറ്റിപ്പോകരുത് അവിടെ അങ്ങനെയൊക്കെ ഒരു ഭയം ഞങ്ങളുടെ ജീവിതത്തിൽ അന്നോട്ട് വന്നു. എന്റെ അപ്പൊ സഹോദരങ്ങളെല്ലാം പിന്നെ ഓരോരുത്തരായിട്ട് പഠിക്കാനായിട്ട് പോയി. പിന്നെ ലാസ്റ്റ് ഞാൻ മാത്രമായ സമയങ്ങളൊക്കെ വന്നു. മീൻസ് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, ബാക്കി എല്ലാവരും പഠിക്കാനായിട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പം അതിന്റെ ഇടയ്ക്ക് തന്നെ അമ്മ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പോയിട്ട് വന്നിട്ട് സാരി ഉണ്ട് വെയിലത്തിട്ട്. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തോ കുളിക്കാൻ പോയതാണോ പ്രാർത്ഥിക്കാൻ പോയതാണോ? അപ്പം പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്ന വഴി ഒരു തോടുണ്ടായിരുന്നു, ആ തോട്ടിൽ ഇങ്ങനെ നനഞ്ഞതാ എന്ന് പറഞ്ഞു. അത് പക്ഷേ അമ്മ സ്നാനപ്പെട്ടിട്ട് വന്നതാണ്. ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയി അമ്മയ്ക്ക് അത് മനസ്സിലായി സ്നാനപ്പെടണമെന്ന്. പക്ഷെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഞങ്ങളും അതിനൊന്നും ഇതല്ല. ഞങ്ങള് പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും പോകും, എല്ലാ നോയമ്പുകൾ എടുക്കും, അതുപോലെ തന്നെ കൊന്ത ചെല്ലും. ഇതിനൊക്കെ ഭയങ്കര ഞങ്ങളും ഇങ്ങനെയാ. പക്ഷെ ദൈവത്തെ വിളിക്കണം, ദൈവഭയം ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം അങ്ങനെ അന്നേ അമ്മ സ്നാനപ്പെട്ടതാ. പക്ഷെ അമ്മ സ്നാനപ്പെട്ടിട്ടും പള്ളിയിലാ പോകുന്നേ ഇത് കാരണം. അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ എന്റെ ചേച്ചിമാരെല്ലാം പഠിക്കാൻ പോയി. ഞാൻ മാത്രമായ ഒരു സമയം ഞാൻ 11th പഠിക്കുമ്പോ എന്റെ അമ്മയ്ക്ക് എന്റെ പപ്പ ഹോസ്പിറ്റലിലാ ഇങ്ങനെ പനിയായിട്ട്. അപ്പൊ പപ്പയ്ക്ക് വേണ്ടി രാത്രി പോയതാ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അമ്മ വീണുപോയി. അപ്പൊ അമ്മയെ എല്ലാവരും കൂടെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ അമ്മയുടെ ഹാർട്ടിന് വാൾവ് എല്ലാം ഇതായിട്ട് തകരാറിലായിട്ടിരിക്കുന്ന സമയം. അപ്പൊ അമ്മയ്ക്ക് ഇനിയും എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ എന്റെ പപ്പ അന്നേരം അവിടെ അഡ്മിറ്റാ. അവിടെ നിന്ന് പിന്നെ പപ്പയെ ഡിസ്ചാർജ് ചെയ്തു. പപ്പ തന്നെ വണ്ടി വിളിച്ച് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ആ ഡോക്ടർമാർ പറഞ്ഞു, ഇനിയും അധികം ഒന്നും ചെയ്യാനൊന്നും ഇല്ല, ഇനിയിപ്പോ ഒരു 21 days മാത്രം കാണും, അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല, അങ്ങോട്ട് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുക, ഇനി ഇവിടെ കിടത്തണ്ട. അപ്പം പപ്പ എന്ന് റിക്വസ്റ്റ് ചെയ്തു, ഇതെന്തിനാ ഇപ്പോഴേ ഇങ്ങനെ, അവക്ക് ശരിയായില്ലല്ലോ. അപ്പം പറഞ്ഞില്ല, നിന്റെ ഇനി ഒന്നും കൊണ്ടും ഒരു ഇതും ഇല്ല, ഇനിയിപ്പോ ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജാ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കുക. അപ്പം ഡിസ്ചാർജ് ആക്കുക എന്ന് പറഞ്ഞു. ഡോക്ടറുടെ കാല് പിടിച്ച് ഒരാഴ്ചയും കൂടെ എന്റെ പപ്പ കാല് പിടിച്ച് അവിടെ കിടത്തി. അത് കഴിഞ്ഞ് അപ്പം അന്ന് തൊട്ട് എന്റെ പപ്പയ്ക്ക് അത് മീൻസ് ഒരിക്കലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന അമ്മയാ. എല്ലാ കാര്യങ്ങളും, ഞങ്ങൾക്ക് റബ്ബർ ഉണ്ടായിരുന്നു, അതുപോലും അമ്മ വെട്ടുമായിരുന്നു. പപ്പയ്ക്ക് ആസ്മ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് അത്രയും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പൊ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 5 പിള്ളേരെല്ലാരെയും പഠിപ്പിക്കണം. ഒത്തിരി കഷ്ടതയിൽ കൂടെ ഒത്തിരി പ്രയാസത്തിൽ കൂടെ കാണും. പക്ഷെ ആഹാരത്തിന് മാത്രം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ആഹാരം എങ്ങനെയൊക്കെയും ഒക്കെ കിട്ടും.
പക്ഷേല് ബാക്കിയെല്ലാം ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകളോ, പക്ഷെ ഞങ്ങളെല്ലാം ആ പരിമിതി ഞങ്ങൾക്ക് അറിയാം, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലെന്ന്. പക്ഷെ അങ്ങോട്ട് അതനുസരിച്ച് ഞങ്ങൾ ഇത് ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാരെയും പഠിപ്പിക്കണം, അങ്ങനെ പിന്നെ പള്ളിയിൽ നിന്നൊക്കെ പല സഹായങ്ങളൊക്കെ കിട്ടി. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അന്നേരമൊക്കെ പഠിക്കാനായിട്ടൊക്കെ പോയത്. അങ്ങനെ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതെ ആയപ്പോ എന്റെ പപ്പയ്ക്ക് വളരെ വേദനയായി. അത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യാൻ അമ്മ എനിവേ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നപ്പോ എന്റെ അമ്മ പറഞ്ഞു നമ്മുടെ വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് പപ്പ സമ്മതിച്ചു. അങ്ങനെ അന്ന് വീട്ടിലൊരു ഉപവാസ പ്രാർത്ഥന, അത് ബെന്തിക്കോസ് അങ്ങനെ ഞങ്ങള് ഇതിലേക്കൊന്നും വന്നതല്ല, അല്ലാതെ ഈ ഐക്യകൂട്ടായ്മ നിൽക്കുന്നവർ തന്നെ വന്ന് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. അന്ന് എന്റെ പപ്പ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഇനി മേലില് കുടിക്കുകയില്ല വലിക്കുകയില്ല എന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു. പപ്പയ്ക്ക് അത് ഭയങ്കര പേടിയായിപ്പോയി, ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നൊരു ആ പേടിയിലും ഭയത്തിലും അവിടുന്ന് അവിടെ സമർപ്പിച്ചു. പക്ഷെ അന്ന് പിന്നെ എന്റെ പപ്പ ഇതുവരെ അന്ന് വരെ കുടിക്കുകയില്ല വലിക്കുകയില്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു. എന്റെ അമ്മ അന്ന് 21 ദിവസം പറഞ്ഞത്, പക്ഷെ ഒരു 21 വർഷത്തോളം പിന്നെയും ജീവിച്ചിട്ടാണ് ഈ ലോകത്തുനിന്ന് ദൈവം മാറ്റിയപ്പോ അന്ന് ആ ദൈവ ആ സമർപ്പണത്തിന്റെ ഉള്ളില് ഇത് ദൈവം ആ പ്രാർത്ഥന കേട്ട് എന്റെ അമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആ ദൈവകൃപയിലേക്ക്, അപ്പം എന്റെ പപ്പയും അമ്മയും പിന്നെയും പള്ളിയിലൊക്കെ പോകും. അത് കഴിഞ്ഞ് പക്ഷേ ദൈവാത്മ അവരോട് വ്യക്തമായി ഇടപെട്ടു, ഇനിയും നീ പോയി കഴിഞ്ഞാൽ നിന്നെ ഇവിടെ കീറിക്കളയുമെന്നുള്ള ഒരു ശബ്ദം അവന്റെ അമ്മയ്ക്ക് ഇത് കേൾക്കാനിടയായി. അങ്ങനെ ഇനി നീ പാരമ്പര്യത്തിലേക്ക് പോയപ്പോ അങ്ങനെ എന്റെ അമ്മ തീരുമാനമെടുത്തു. എന്റെ പപ്പയും ഒരുപോലെ തന്നെ അവരൊരുമിച്ച് തീരുമാനമെടുത്തു, ഇനിയും ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ വേറിട്ട് ദൈവത്തെ ആരാധിക്കാൻ പോവാ. അപ്പം അമ്മ ഓൾറെഡി സ്നാനപ്പെട്ടോണ്ട് ഇനി അമ്മയ്ക്ക് അമ്മ പറഞ്ഞു ഞാൻ സ്നാനപ്പെട്ടതാന്ന് അന്നാ പറയുന്നത്. അത് എന്റെ പപ്പയും സ്നാനപ്പെടാനായിട്ടൊക്കെ തീരുമാനം എടുത്തു. അവരങ്ങനെ തീരുമാനം എടുത്തിരിക്കുമ്പോ ഞാൻ പക്ഷെ ഇതിനൊക്കെയും ഭയങ്കര എതിരായിരുന്നു. എനിക്ക് എന്റെ വിചാരം, അപ്പൊ ഈ അമ്മ അസുഖമായിട്ട് കിടക്കുന്ന ഒരു ദിവസം ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നപ്പം അമ്മ പറയുന്ന ഒന്നും തിരിയുന്നില്ല എനിക്ക്. അപ്പൊ അതുപോലെ അമ്മ വയ്യാത്ത ഒരു അവസ്ഥ. അപ്പൊ എനിക്കത് മനസ്സിലായി ഇനി അമ്മ അധികം നാളില്ലെന്ന്. അന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ വന്ന്, അപ്പൊ ആരുമില്ല, പപ്പ ഹോസ്പിറ്റലില്ല, ഞാൻ വീട്ടിൽ വന്ന് എന്റെ അമ്മച്ചിയും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഒരു റൂമിനകത്ത് കയറി കഥ കടിച്ച്, എനിക്കറിയാം ദൈവം പ്രാർത്ഥന കേൾക്കുന്ന അത്രേ ഉള്ളൂ, എന്റെ അമ്മയ്ക്ക് എങ്ങനെയും വിടുതൽ കിട്ടാം. ഞാൻ ആ ഇരുന്ന് അന്ന് 11ാം ക്ലാസ്സിൽ പഠിക്കുക, ഞാൻ കരഞ്ഞു പച്ച, കർത്താവേ എന്റെ അമ്മയെ നീ ജീവനോടെ എനിക്ക് കുറച്ച് നാളും കൂടെ, ഞങ്ങൾക്ക് ഒരു പ്രായവും ആയിട്ടില്ല, എന്റെ അമ്മയ്ക്ക് വേറെ അമ്മയും കൂടെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ ദൈവസ്ഥനെ ഇന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച അന്നേരം ആ ദൈവം ആ പ്രാർത്ഥന അന്ന് ഇത് കേട്ടു, കർത്താവ് അമ്മയ്ക്ക് വിടുതല് കൊടുത്തു. അപ്പം എന്റെ വിചാരം പക്ഷെ ഇതൊക്കെ മതി, ഈ ഒരു സൗഖ്യവും ഇങ്ങനെയൊക്കെ മതി, നിന്നാ മതി എന്ന് വെച്ചാൽ അതുകൊണ്ട് ബെന്തിക്കോസിലേക്ക് പോകുന്നതിനോട് ഞാൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്യല. അപ്പൊ എന്റെ അമ്മയും പപ്പയും പറഞ്ഞു, നിന്നെ ഞങ്ങൾ അല്ലാതെ തന്നെ കല്യാണം കഴിച്ചു വിടാം, ബെന്തിക്കോസില പോകേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഏത് സമുദായത്തിൽ മറ്റുള്ളവരുടെ വിവാഹം കഴിഞ്ഞതുപോലെ തന്നെ നിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ, നീ അത് ഓർത്ത് ഭാരപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനപ്പോ അന്നേരം നഴ്സിംഗ് പഠിക്കാൻ പോയി. നഴ്സിംഗ് പഠിക്കുക അപ്പൊ അവിടെ ജയ്പൂര്. അത് പഠിക്കാൻ പോയപ്പോഴും ഞങ്ങളെ പൈസ ഇല്ല. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടി, പക്ഷെ അവിടെ ഡൊണേഷൻ കൊടുക്കണം, ഞങ്ങളുടെ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് എനിക്ക് നാട്ടിലൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ അന്ന് ഞാൻ ദൈവസേനയിൽ കയറാൻ തുടങ്ങി. കർത്താവ് പൈസ ഇല്ലാത്തടത്ത് നേഴ്സാകാൻ ചിന്തിച്ച് എന്റെ അമ്മയുടെ കഷ്ടപ്പാട് മൂലം എങ്ങനെയാലും കുടുംബത്തെ ഒന്ന് ഇത് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നേഴ്സാകാൻ പോകാൻ. അപ്പൊ അന്ന് ഞാൻ വെറുതെ പോയിരുന്നു പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് എവിടെയെങ്കിലും പൈസ ഇല്ലാത്തടത്തോടൊന്നും കിട്ടണം. അങ്ങനെ എനിക്ക് ജയ്പൂരില് സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടി പഠിക്കാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ ജയ്പൂരിൽ പോയി. അതൊക്കെ ദൈവമായിട്ട് ഒരുക്കി തന്നാന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി പഠിച്ചുകൊണ്ട്, അപ്പൊ നഴ്സിംഗ് കഴിയാറായ സമയത്തായിരുന്നു ഇങ്ങനെ ഇവര് സ്നാനപ്പെടാനൊക്കെ തീരുമാനം എടുത്തത്. അങ്ങനെ പക്ഷെ ഞാൻ എന്നിട്ട് അതിനൊക്കെ എതിർത്തിട്ടൊക്കെ പോയി. പക്ഷെ ഞാൻ അവിടെ ജയ്പൂർ ചെയ്തപ്പോ എനിക്ക് ഞങ്ങളുടെ റൂമില് ഒരു ബെന്തിക്കോസ് TPM-കാര് കുട്ടി ഉണ്ടായിരുന്നു. അപ്പം അവരുടെ പ്രെയർ ഞങ്ങളുടെ റൂമിൽ നടക്കുമായിരുന്നു. ഞാൻ പ്രെയറിന് കൂടും, പ്രെയറിനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അവര് എന്നോട് സ്നാനപ്പെടാനോ ഒന്നും പറയരുത്, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഞാൻ പ്രെയറിന് കൂടും. പക്ഷെ അന്ന് അവിടുത്തെ ദേവദാസൻ TPM-ലെ ആ ദേവദാസൻ ഇങ്ങനെ വീട്ടിൽ പ്രെയറിന് വന്നപ്പം പറഞ്ഞു, ഇന്ന് രാത്രിയില് നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നിന്റെ നിത്യത എവിടെ ആയിരിക്കും? അന്ന് ഒരു വചനം വെച്ചാ സംസാരിച്ചത്. അതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ അന്ന് കിടന്നുറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ ഇത് കേൾക്കുക, ഇന്ന് രാത്രി അപ്പൊ എനിക്ക് കുഴപ്പമൊന്നും, ഇന്ന് രാത്രിയില് നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാല് നീ എവിടെ ആയിരിക്കും, നിന്റെ നിത്യത എവിടെ ആയിരിക്കും? അതെന്റെ ഞാൻ രാത്രി എഴുന്നേറ്റിരുന്നിട്ട്, കർത്താവേ ഇതെന്തുവാ ഇങ്ങനെ?
അന്ന് ആ രാത്രി അവിടെ ഇരുന്ന് ഞാൻ തീരുമാനം എടുത്തു. ഇത്രയും എതിർത്ത ഒരു വ്യക്തി ആ ഒരു ഒരു ഇതിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച്, കർത്താവെ, എനിക്ക് ദൈവസനയിൽ എന്തൊക്കെ കർത്താവിന്റെ വചനം പാലിക്കണമോ അതൊക്കെ ഞാൻ പാലിച്ചോളാം, എന്റെ നിത്യത എനിക്ക് നഷ്ടപ്പെട്ടു പോകരുതേ എന്നൊരു കർത്താവിനോട് ഞാൻ അന്ന് തീരുമാനം എടുത്തു. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ഈ ഒരു പ്രാർത്ഥനയും വന്ന് സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഒത്തിരി രാത്രി ഇരുന്ന് അവളെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചൊക്കെ നിന്നാ മതി, ഞാൻ ഇത്രയും നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെയാ ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് നീ അതിൽ കൂടുതലൊന്നും നീ പോകണ്ട, ഇതാ. പക്ഷെ അവളൊന്നും കേട്ടില്ല, അവള് പോയി സ്നാനപ്പെടുകയൊക്കെ ചെയ്തു. അത്രയ്ക്ക് ഞാൻ എതിർത്ത് നിന്ന ഒരു വ്യക്തിയെ ഈ ഒരു വാക്കിന്റെ മുമ്പില് ദൈവം എന്നെ ആ ഒരു ഇതില് ഞാൻ അന്ന് തീരുമാനം എടുത്തിട്ട് ഞാൻ എന്റെ കൂടെയുള്ള ആ TPM ആ കൊച്ചിനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. എന്നാ പറ്റി ആൻസി, നിനക്ക് എന്നാ പറ്റി ഇത്ര പെട്ടെന്ന്, നീ ഇത്രയും എതിർത്ത് നിന്നല്ലോ, ഇന്ന് രാത്രി എനിക്ക് ഇങ്ങനെ ഒരു കർത്താവിനോട് രാത്രിയിൽ എന്നോട് ഇങ്ങനെ ഇടപെട്ടു, അത് കണ്ട് എനിക്ക് എന്നെ നിത്യം നഷ്ടപ്പെട്ടു പോകണ്ട, അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പേരൻസ് സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ ജയ്പൂർ ആയിരുന്നപ്പം ഞാൻ സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി. ഞാൻ അവിടെ സ്നാനപ്പെട്ടു. എന്നിപ്പോ എന്റെ സഹോദരങ്ങളൊക്കെ എതിർത്തു പറഞ്ഞു, നിന്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നീ എങ്ങനെയാന്നാ പോക്കോ, ഇനിയിപ്പൊ നിനക്ക് എങ്ങനെ പെണ്ണ് ആലോചിക്കും, ആരുണ്ട് നമുക്ക് ആലോചിക്കാൻ, ചെറുക്കൻ ആലോചിക്കും, ആരുണ്ട് ആലോചിക്കാൻ, നമ്മളെല്ലാരും ഇതിനകത്ത്, ഞങ്ങൾക്ക് ബന്ധുക്കോസുകാരൊന്നും ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇല്ല, അപ്പം നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങള് നല്ല ആലോചനകളൊക്കെ കൊണ്ടുവരാം, പക്ഷെ നീ ആദ്യം കല്യാണം കഴിക്കാതെ കഴിഞ്ഞാൽ പറഞ്ഞു. ഇല്ല, കല്യാണത്തിന് ഞാനൊരു തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തു. ദൈവം എനിക്ക് തരാനാണെങ്കിൽ ദൈവം എനിക്ക് ഒടുക്കിക്കൊണ്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് ഞാൻ തീരുമാനമെടുത്തു. അപ്പം ഞാൻ ഇത് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് അപ്പം പെട്ടെന്ന് തന്നെ സൗദിയിലേക്ക് പോകാനായിട്ട്. അപ്പം അന്ന് തൊട്ട് ഞങ്ങൾക്ക് പൈസയൊന്നും കൊടുത്ത് പോകാനില്ല. പക്ഷേല് ഞാനവിടെ ജയ്പൂരിൽ 5 വർഷം ചെയ്തു. അവിടെ നല്ല ഒരു ചെയ്ത ഇതെന്ന് സ്കൂളെന്ന് പറയുന്നത് അവിടെ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പൊ ഞാൻ പഠിച്ചിറങ്ങിയ ഉടനെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ദൈവം എനിക്ക് അഡ്മിഷൻ ഇത് നേഴ്സായിട്ട് തന്നെ എനിക്ക് കയറാൻ പറ്റി. എന്നാലും നല്ല സാലറിയോടുകൂടി ദൈവം എനിക്ക് തന്നു. അവിടെ നിന്ന് ഞാൻ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സൗദിയിലേക്ക് ഒരു പൈസയും ചെലവാക്കാതെ എന്റെ ടിക്കറ്റ് മണി പോലും അവിടെ ചെന്നപ്പോൾ അവർ തിരിച്ചു തന്നു. അങ്ങനെ ഒരു കുഴപ്പവും കൊണ്ട് അപ്പം അവിടെയൊക്കെ ആണെങ്കിലും ഞാൻ ഡൽഹിയിൽ എനിക്ക് മെഡിക്കലിന് പോകണം, എന്റെ കൂടെ വരാൻ ആരുമില്ല. അപ്പം ഞാൻ റൂമിനകത്തേക്ക് കയറി ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കരയും, കർത്താവ് എന്റെ കൂടെ വരാൻ എനിക്ക് ആരുമില്ല. അപ്പം ഞാൻ എന്നിട്ട് കുറേ നേരം ഇന്ന് പ്രാർത്ഥിക്കും, ഒരു 2-3 മണി വരെ ഞാൻ അവിടെ പ്രാർത്ഥിക്കും. അപ്പം എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്, ആൻസി കയറിയിട്ടുണ്ട്, നീ കർത്താവിനെ പിടിച്ച് താഴെ ഇറക്കിയിട്ടേ നീ കാറിൽ ആള് കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞ് അവര് കളിയാക്കി ഇതിൽ പറഞ്ഞു. പക്ഷേല് അന്ന് അവിടെ ഡൽഹി ചെന്നപ്പോ എനിക്ക് വേണ്ടി ദൈവം ഒരാളെ അവിടെ ഒരുക്കി. എന്റെ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ അന്ന് പോകാനായിട്ട് ഒരാളെ, ആ കൊച്ചിന്റെ ഹസ്ബൻഡ് കാർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എല്ലായിടത്തും കാറേ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തിരിച്ചു വരുവാൻ, അതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതാ ഫേവർ ആയിരുന്നെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ ഞാൻ അവിടെ എല്ലാം ദൈവം അങ്ങനെ കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഞാൻ അവിടെ 3 വർഷം ചെയ്ത 3ാമത്തെ വർഷമാണ് എന്റെ പപ്പ അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ കല്യാണത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ എന്റെ പപ്പ പറഞ്ഞു, നീ പെട്ടെന്ന് ഈ അടുത്ത ലീവ് എനിക്ക് പെട്ടെന്ന് എടുത്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലീവ് എല്ലാം എടുത്ത് ബുക്ക് ചെയ്തപ്പോ ഒരു മാസം ഞാൻ പോകാനായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേല് ദൈവം എനിക്ക് ഒരു സന്തോഷമുണ്ട്, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഉപവസിച്ച് ആ മരിക്കുന്നതിന്റെ ഒരു 5 ദിവസം മുമ്പും പോലും പപ്പ ഉപവാസം ഒക്കെ എടുത്ത് അങ്ങനെ ഒരു ദൈവസന്നിധി വന്നു കഴിഞ്ഞിട്ടാണ് കർത്താവ് ചേർക്കപ്പെട്ടത്. അപ്പൊ അന്ന് എനിക്കൊരു ഭാരമുണ്ടായി, കർത്താവ് എനിക്ക് ഈ ലോകത്തിലൊരു പിതാവും നഷ്ടപ്പെട്ടു. അപ്പം എന്റെ സഹോദരങ്ങൾക്ക് ആരും ഒരു സഹോദരിയും കൂടെ ദൈവസന്നിധിയിലേക്ക് ആ സമയത്ത് വന്നു. അവര് കുടുംബമായിട്ട് അവരുടെ ലത എന്ന് പറയുന്ന, അപ്പം ഹസ്ബൻഡും അവര് കുടുംബമായിട്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ എന്റെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്നു പിതാവ്. അപ്പം അത് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് 6 months കഴിഞ്ഞപ്പോ തന്നെ ദൈവം എനിക്ക് വേണ്ടി വിവാഹം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് എനിക്ക് ബ്രോക്കറായിട്ട് ആലോചിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ, അപ്പം ഞങ്ങൾക്ക് ആരുമില്ല. അപ്പം എന്നെ എല്ലാവരും എന്റെ സഹോദരങ്ങൾ ചിലരൊക്കെ എന്നോട് പിണക്കത്തിൽ പോലും ആയ അവസ്ഥകളുണ്ടായിരുന്നു. മീൻസ് ഈ ഒരു പെന്തിക്കോസ് ഇതിലേക്ക് പോയപ്പം അങ്ങനെ ഞാൻ ദൈവസേനയിൽ 7 ദിവസം എന്റെ അവധിക്ക് വന്നപ്പോൾ ഞാൻ ഉപവസിച്ചു. 7 ദിവസം ഉപവസിച്ചിട്ടാണ് ഈ വിവാഹത്തിന് വേണ്ടി ദൈവം എന്റെ ഹസ്ബൻഡിനെ ഒരുക്കിയത്. അപ്പം വിവാഹമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം പ്രാർത്ഥന ഞാനപ്പം നോക്കിയപ്പോ ആത്മീയമായി ഒരു രീതിയിലും പ്രാർത്ഥിക്കാൻ പോലും ഞാൻ അന്നേരം സ്നാനപ്പെട്ടതൊക്കെയാ, പക്ഷേല് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ
ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി ഇത് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ പോലും വിചാരം ശരി ഇത് അറിയാൻ വയ്യാത്ത ഒരാളെയാണോ ദൈവമേ നീ എനിക്ക് വേണ്ടി ഒരുക്കിയത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ അപ്പൊ ഞാൻ എന്റെ ചേച്ചിയെ ഫോൺ ചെയ്തു. അപ്പൊ എന്റെ അമ്മയോട് അങ്ങനെയൊന്നും പറയാനായിട്ട് എനിക്ക് വിഷമം. അപ്പം ഞാനിങ്ങനെ എന്റെ ചേച്ചിയോട് പറയേണ്ട ലതാന്ന് ഒരു ആത്മീയ ദൈവകൃപയിൽ നിൽക്കുന്നു. അപ്പം എന്റെ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ അമ്മേ, ദൈവം നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പക്ഷെ ഒരു ആത്മീയമായ ഒരു ഇതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ദൈവമേ എനിക്ക് ഇത് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഇല്ലടി, അങ്ങനൊന്നും ദൈവം തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല. നിനക്ക് ദൈവം തന്നതെങ്കിൽ ആ ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ. അത് ഞാൻ അങ്ങ് ഏറ്റെടുത്തു. എന്റെ ചേച്ചി അങ്ങനെ ഒരു നെഗറ്റീവ് ഒന്നും പറയാതെ ഇങ്ങനെ ഞാനത് ഏറ്റെടുത്തു. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എന്നിട്ട് അബുദാബിയിലേക്ക് വന്ന ആ ഒരു വർഷം തന്നെ വിചാരിച്ച ദൈവം അഭിഷേകത്താൽ നിറച്ചു, ദർശനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലെ ചർച്ച ഞങ്ങൾ പോയിരുന്നപ്പം വിചാരം പോയിന് അന്യഭാഷ ആരാய்ச்சപ്പം അതിന്റെ ഇപ്പുറത്തിരുന്ന ഒരാള്, ഒരു ചെറുക്കൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുക, എനിക്ക് അന്യഭാഷയോട് ഭയങ്കര വെറുപ്പുള്ള വ്യക്തിയായിരുന്നു. അവിടെ നമ്മുടെ ചർച്ചിൽ തന്നെ ഉള്ളതാ. പക്ഷെ ഈ ബ്രദർ എന്റെ ഇപ്പുറത്ത് വന്നിരുന്ന് ആരാധിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം ഓർത്ത് ഇതൊരു ശല്യമായല്ലോ എന്ന്. പിന്നെ എന്നെ ദൈവം അഭിഷേകത്താൽ നിറച്ചു. അങ്ങനെ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്റെ കുട്ടിദാസനെ മാറ്റുവാൻ പറ്റി. അപ്പം ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെ ഈ ലോകത്തിൽ കുറച്ച് തന്ന് ഇവിടെ നമ്മൾക്ക് അനുഗ്രഹം തന്ന് നിർത്താനല്ല എന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. എനിക്ക് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പിറുപിറുക്കും. പക്ഷേ ദൈവത്തിന് മുമ്പോട്ടൊരു പദ്ധതിയെ കണ്ടുകൊണ്ടാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അന്ന് വരെയുള്ള ദൈവം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതൊന്നും അല്ല ക്രിസ്തീയ ജീവിതം. ഞാൻ അന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കണം, ചില കാര്യങ്ങൾ നേടിയെടുക്കണം ദൈവത്തിൽ നിന്ന്, അത്രയും മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത. പക്ഷെ എന്റെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ഓരോന്ന് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തെ തന്നെ മാറ്റാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും എനിക്ക് പല കാര്യങ്ങൾ, എനിക്ക് ഫുഡൊക്കെയാണ് ചിലത് മാത്രം ഞാൻ കഴിക്കത്തുള്ളായിരുന്നു. പക്ഷെ ഈ കർത്താവിനെ ഈ ഓരോന്നിലൂടെ കടത്തി വിട്ടപ്പം അങ്ങനെയൊന്നും അല്ല. ദൈവം അതിൽ നിന്നല്ല എല്ലാ ഫുഡും കഴിക്കാൻ, എല്ലാം ഓരോ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എന്താണോ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ തുടങ്ങി. ചിലപ്പോൾ ഒരാളോട് മിണ്ടാതിരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ ജീവിതത്തിലെ ഓരോ കുറവുകളും ദൈവം എന്റെ ജീവിതത്തിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ നിന്ന് അതെല്ലാം എടുത്തു മാറ്റാൻ തുടങ്ങി. എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റി. അതെല്ലാം അപ്പം ദൈവം ഓരോന്നാ പഠിപ്പിക്കുകയാന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങള് അബുദാബിയിൽ നിന്ന് ഞാൻ സൗദിയിലായിരുന്നപ്പോഴാണല്ലോ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് അവിടെ തന്നെ അന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ അബുദാബിയിലേക്ക് ഞങ്ങൾ വന്നു. അപ്പൊ അവിടെ ഞാൻ പോരുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വെളിയിൽ താമസിക്കാനുള്ള ഒരു പൈസ മാത്രം എനിക്കൊരു ജോലി തരണം. അങ്ങനെ പറഞ്ഞാണ് ഞാനിങ്ങനെ അബുദാബിയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ 2500 ദിറംസാ ഞാൻ ചോദിച്ച, കർത്താവ് എനിക്ക് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ വീടെടുക്കാനുള്ള പൈസ തരണം, അതിനായിട്ടുള്ളതൊക്കെ ദൈവം ഒരുക്കി തരണം. അങ്ങനെ ഞങ്ങള് ഇവിടെ അബുദാബിയിൽ കടന്നു വന്നു ഒരാഴ്ച. അപ്പം ഞങ്ങളെല്ലാ ഹോസ്പിറ്റലിലും പോയി. അപ്പൊ അവിടുന്ന് പോന്നപ്പോഴേ എല്ലാരും പറഞ്ഞു, ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല, നിനക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, നിങ്ങള് ഹസ്ബൻഡിനെ സൗദിയിലേക്ക് വിളിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സൗദി നിൽക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കർത്താവ് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി തരുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇവിടെ അബുദാബി കടന്നു വന്നു. ദൈവം ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് ഞങ്ങളുടെ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ദൈവം എനിക്ക് കോള് വന്നു. അപ്പൊ എനിക്ക് അവിടെ ഇന്റർവ്യൂവിന് പോകാനൊക്കെ പേടിയാ. എനിക്ക് അങ്ങനെ വലിയ കഴിവൊന്നും ഉള്ള കുഞ്ഞല്ല. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ എങ്ങനെ, പക്ഷെ ദൈവാശ്രയത്തിൽ എനിക്കറിയാവുന്ന മാത്രം അവരെന്നോട് ചോദിച്ച് എനിക്ക് അവിടെ ജോലി കിട്ടാനിടയായി. അപ്പം എല്ലാവർക്കും ഒരു വലിയ അത്ഭുതമായിട്ട്, അന്ന് പ്രൈവറ്റ് പോലും കിട്ടാത്ത ഒരു സമയത്ത് ഞാൻ വന്ന് ഒരാഴ്ച ആയപ്പോഴേ ദൈവം എങ്ങനെ എനിക്ക് അങ്ങനെ ജോലി അപ്പൊ ഞാൻ എന്റെ ചർച്ചിൽ എഴുന്നേറ്റ് സാക്ഷ്യമാണ്, എനിക്കിങ്ങനെ ദൈവം ജോലി തന്നു എന്നൊക്കെ സാക്ഷ്യം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അപ്പൊ ഞാൻ സൗദിയിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഒരു ദൈവാലോചന എനിക്ക് ഒരു ദൈവദാസനും ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഉള്ള, നീ
ചില പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകും, പിടിച്ചു നിന്നാ ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വിചാനോടും പറഞ്ഞു ഇങ്ങനെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു. അതും ഇവിടെ വന്ന് ജോലി കിട്ടിയപ്പോ ഞാൻ ഓർത്തോ എല്ലാം കഴിഞ്ഞു, പ്രതികൂലമൊക്കെ മാറിപ്പോയി, എല്ലാം കിട്ടി. അങ്ങനെ ഞങ്ങള് ജോലിക്ക് എന്റെ എല്ലാ കുറെ പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഇനി ജോയിനിങ്ങിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാനപ്പം വിസിറ്റിങ്ങിൽ അവിടെ പോയെ 2 മാസം കഴിഞ്ഞു. അടുത്ത മാസം 3-ാമത്തെ മാസം തീരാൻ ഒരു 5 ദിവസം കൂടെ. അപ്പം വിച്ചാന് ചിക്കൻ ബോക്സ് പിടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്കൊരു മെയിൽ വരുവാ, ഇപ്പൊ ഇവിടെ വേക്കൻസി ഇല്ല, യുവർ ഫയൽ വിൽ ബി ബാക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എല്ലാ സാക്ഷ്യവും പറഞ്ഞ് എല്ലാം കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു മെയിൽ വരുന്നത്. അപ്പൊ ഞാൻ വളരെ വേദനിച്ച്, കർത്താവെ നീ എനിക്ക് ജോലി, ഞാൻ എല്ലാവരുടെയും സാക്ഷ്യവും പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ. പക്ഷെ ഞാൻ ഒത്തിരി പ്രാവശ്യം ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദം എനിക്ക് കേട്ടില്ല. ഞാൻ അപ്പൊ 3 മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. ഞങ്ങൾ 2 പേരും കൂടെ നാട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വിച്ചാൻ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചുപോയി. അപ്പൊ എന്റെ അമ്മ സ്ട്രോക്ക് ആയിട്ട് വീണു. അങ്ങനെ ICUവിൽ അഡ്മിറ്റ് ആയി. അപ്പൊ ഞാൻ ICUവിൽ, അപ്പം അങ്ങനെ അന്ന് ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയാൻ ഒരു അന്ന് ഇടയായി. അപ്പൊ അങ്ങനെ ഞങ്ങള് അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ICUവിൽ. അപ്പൊ ഞാൻ വെളിയിൽ നിൽക്കുക. അപ്പൊ എനിക്കങ്ങനെ 1 മാസം കഴിഞ്ഞു പ്രഗ്നൻസി ആ സമയത്ത്. അപ്പൊ എന്റെ അടിവയറ്റിൽ ഇങ്ങനെ വേദനയായി. അപ്പം എന്റെ ചേച്ചി പറഞ്ഞു ഇങ്ങനെ പോയി നീ ഒന്ന് ഇവിടെ ഡോക്ടർ ഉണ്ടല്ലോ, അവിടെ ഗൈനക്കോളജിയുടെ ഇത് തന്നെയുള്ള ഡോക്ടർ, അപ്പൊ അവിടെ കൊണ്ടുപോയി കാണിക്ക്. അപ്പം അവിടെ തന്നെ അവിടെ ഞാൻ കാണിച്ചപ്പോ ആ ഡോക്ടറിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പറ്റി ഡോക്ടറെ, നിനക്കിപ്പോ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ എനിക്കിപ്പം വളരെ എന്തോ ഇവിടെ ഫീൽ ആകുന്നുണ്ട്, അതുകൊണ്ട് സ്കാൻ ചെയ്യാൻ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സ്കാൻ ചെയ്തു. അപ്പം സ്കാൻ ചെയ്തപ്പോ എന്റെ ഓവറിയില് വലിയൊരു സിസ്റ്റ് ആണ്. അവര് അത് അപ്പം എന്നോട് പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ വേറൊരു ഡോക്ടർ വന്ന് സ്കാൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3 ഡോക്ടേഴ്സ് കൂടി എന്നെ സ്കാൻ ചെയ്തു. അപ്പം ഇവർക്കറിയില്ല ഞാൻ നേഴ്സാന്നോ ഒന്നും അറിയത്തില്ല. ഇവർ ഇംഗ്ലീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഈ കൊച്ചെങ്ങനെ പ്രഗ്നന്റ് ആയി, ഇത് പെട്ടെന്ന് തന്നെ ഇത് അബോർഷൻ ചെയ്ത് കളയണം, ഇത് വലിയ സിസ്റ്റം, അവര് മാലിഗ്നന്റ് ക്യാൻസറിന്റെ എന്ന് പറഞ്ഞാണ് അത് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്റെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ആ ഡോക്ടറിനോട് പറഞ്ഞു റൂമിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഡോക്ടറിന് പറയാനൊരു ഇത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുവാ ഡോക്ടറെ സസ്പെക്ട് ചെയ്യുന്നത്, മാലിഗ്നന്റ് ആണെന്നാണോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതെ. അന്നേരം പറഞ്ഞു നിനക്കറിയാവോ? അപ്പം ഞാനൊരു നേഴ്സാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിനെ അബോർഷൻ ചെയ്ത് കളയണം. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറോട് ഞാൻ പറഞ്ഞു ദൈവം എന്റെ വയറ്റിൽ തന്നതാണെങ്കിൽ ഞാനായിട്ട് അതിനെ അബോർട്ട് ചെയ്യത്തില്ല, കർത്താവ് എന്തെങ്കിലും വരുത്തുന്നെങ്കിൽ അത് ദൈവഹിതം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. നീ എന്തോ ഇങ്ങനെ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നത്, ആദ്യം നീ ജീവനോടെ ഇരുന്നിട്ടല്ലേ നിനക്ക് കുഞ്ഞുണ്ടാകുന്നേ എന്നിങ്ങനെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെല്ലാം ദൈവം അറിയുന്നുണ്ട്, ദൈവം. എന്നിട്ട് ഞാൻ ഇനി പോന്നു. അപ്പൊ ഞാൻ വിച്ചാനോടും വിളിച്ചു പറഞ്ഞു. അപ്പം പറഞ്ഞു നിനക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം എന്റെ വിച്ചാന്റെ പപ്പയും അമ്മയൊക്കെയും പറഞ്ഞു ആദ്യം നീ നിന്നെ നോക്ക, അത് കഴിഞ്ഞിട്ട് മതി എന്ന്. അപ്പൊ ഞങ്ങളത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു സിസ്റ്റം ഒക്കെ പോയി എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാതെയായി. അപ്പൊ ഒരു 4 മാസമായി. 4 മാസം കഴിഞ്ഞു. അപ്പൊ ആ ഡോക്ടർ തന്നെ, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ട് ആ ഹോസ്പിറ്റലിൽ, അപ്പൊ അവരോട് പറഞ്ഞു അബോർഷൻ ചെയ്യണ്ട, ഞാൻ കാൽഷ്യവും അയണും ഒക്കെ എഴുതി തരാം, പറയാൻ പറഞ്ഞു. ആ സമയത്ത് അപ്പൊ അന്ന് ഞാൻ ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ജോലി കർത്താവെ നീ തന്നതല്ലേ, എനിക്കറിയാം പ്രഗ്നൻസിയിൽ ഒരിടത്തും ഇനി എടുക്കത്തില്ല, ഇതെല്ലാം അറിയാം. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ നീ എന്നോട് പറഞ്ഞ അവിടെ ജോലി തരാമെന്ന്, നീ എനിക്ക് ജോലി തന്നതല്ലേ, ഈ കോംപ്ലിക്കേഷൻ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇതും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പം എന്റെ മെയിലിലേക്ക് വന്നേക്കുവാ, എനിക്ക് ടിക്കറ്റ് അടക്കം എല്ലാം എന്റെ മെയിലിൽ വന്ന് കിടക്കുക. പക്ഷെ എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ്, അപ്പം എന്റെ ജീവൻ എന്നാന്ന് അറിയില്ല. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞത് കൊണ്ട് ദൈവം എനിക്ക് അന്നൊരു വലിയ ബലം തന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ വിചാൻ പറഞ്ഞ നമുക്ക് വരാം, പക്ഷെ കയറി വന്നു കഴിഞ്ഞാൽ ഇവര് മെഡിക്കൽ ഫിറ്റ് ആക്കത്തില്ല. അപ്പം ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ ഞങ്ങളുടെ ചർച്ചിലുണ്ട് അബുദാബിയിൽ. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിവേ കയറി വാ, തിരിച്ചല്ലെങ്കിൽ അവര് തന്നെ വിടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പൊ ആ ഡോക്ടർ അറിഞ്ഞ് ഞാൻ ഇങ്ങനെ പോവാന്ന്. അപ്പം
ഡോക്ടർ പറഞ്ഞ്, നിനക്ക് എന്ത് ശരിക്കും ബോധമില്ലാത്ത കുഞ്ഞാണോ നീ എന്ന് എന്നോട് ചോദിച്ചു. ഇത്രയും ഒരു നേഴ്സായിട്ട് നിനക്ക് ഇത്രയും ഇനി നീ ഒരു പുതിയതോട്ട് എങ്ങനെ പോയി ഇത്രയും കോംപ്ലിക്കേഷനുമായിട്ട് നീ എങ്ങനെ ജോയിൻ ചെയ്യും? ഞാൻ പറഞ്ഞു, എല്ലാം ദൈവം അറിയുന്നു. ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് ഡോക്ടറുടെ അരികെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് എന്നാലും ഇടയ്ക്ക് എനിക്ക് ടെൻഷൻ വരാറുണ്ട്, പ്രയാസം വരാറുണ്ട്. അങ്ങനെ ഞാൻ അബുദാബി വന്നു. എന്റെ മെഡിക്കലിന്റെ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മുട്ടയിരുന്ന് കൈ കോർത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, അപ്പൊ നീ തന്ന ജോലിയാണെങ്കിൽ നീ അവിടെ സ്ഥിരപ്പെടുത്തണം. അങ്ങനെ കൈ കോർത്ത് പ്രാർത്ഥിച്ചു. ഞാന് മെഡിക്കലിന് പോയപ്പോഴത്തേന് ആ ഡോക്ടറിനോട് എന്നോട് LMB ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പ്രഗ്നന്റ് അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു, അയ്യോ, ഇന്നലെ കൂടെ ഇവിടെ മെമ്മോ വന്നതാണല്ലോ, പ്രഗ്നന്റുകാരെ ആരും എടുക്കരുത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ എടുത്തിട്ട് എനിക്കിങ്ങനെ പിന്നെ അവരുടെ ഫയൽ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. എനിവേ, ഞാൻ നിനക്ക് വേണ്ടി സൈൻ ചെയ്യാൻ പോവാ എന്നാ ഡോക്ടറിനോട്, പാകിസ്ഥാനി ഡോക്ടറാ. സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് നേഴ്സിന്റെ അരികെ ചെന്നപ്പോൾ ചോദിച്ചു, നിനക്ക് എന്നെ എക്സ്റേ ഇല്ലാത്തെന്ന് ചോദിച്ചു. മലയാളിയാ അത്. അപ്പം ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ പ്രഗ്നന്റ്. ഈ ഡോക്ടർക്ക് എന്താ ബോധമില്ലേ? ഇന്നലെയും അയാൾ സൈൻ ചെയ്തതാണല്ലോ പ്രഗ്നന്റുകാരെ എടുക്കരുതെന്ന്. മീൻസ് ഒക്യുപേഷണൽ ഹെൽത്ത്, ഈ മെഡിക്കൽ മാത്രം ചെയ്യുന്ന ഡോക്ടറാ അത്. അപ്പം ഡോക്ടറെ പെട്ടെന്ന് ഫോൺ വിളിച്ചു. നിനക്ക് അറിയത്തില്ലേ ഇതെന്തുവാ നീ ഇതിനെ സൈൻ ചെയ്തേ? ഞാൻ ചെയ്തത് ചെയ്തു, ഇനി ബാക്കി അവള് നോക്കിക്കോളൂന്ന്. അങ്ങനെ ഒരു ഇത് പറഞ്ഞു. അന്നേരം അതും ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ അനേകർക്ക് കിട്ടാനായിട്ട് ഇതല്ലാത്ത, അപ്പം വേറെ എത്രയോ പേര് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് പക്ഷേ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി, ദൈവം ഒരു എന്നിട്ട് ആ ഡോക്ടർ സൈൻ ചെയ്തു. ഞാൻ അങ്ങനെ വാടിച്ചെന്നു. അവിടെയും ഇത്രയും കോംപ്ലിക്കേഷനോട് ചെന്ന് പക്ഷേല് ഞാൻ അറിയാനിടയായി, അവിടെ എന്നെ എടുത്തവർക്ക് എക്സ്പ്ലനേഷൻ കിട്ടി. പക്ഷേല് ദൈവം എന്നെ 15 വർഷത്തോളം, ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യുന്നിടം വരെ ദൈവം എന്നെ അവിടെ പരിപാലിച്ചു. അപ്പം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാം. ആ പ്രഗ്നൻസി പിന്നെ അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഡോക്ടറെ കാണാൻ ചെന്നു. ഞാനിങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ സിസ്റ്റം ഉണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ ഇങ്ങനെ ഒറ്റ സ്കാൻ ചെയ്തില്ല, അയ്യോ ഇതെന്തുവാ കുഞ്ഞ് നിന്റെ വയറ്റിനകത്ത് എന്നോട് ചോദിച്ചു. നിനക്കിത് അറിയത്തില്ലായിരുന്നോ? നിന്നോട് ആരും ഇത് കളയാൻ പറഞ്ഞില്ല എന്നൊക്കെ. നീ എന്തിനത് കണ്ടിന്യൂ ചെയ്ത്? അപ്പം ഇതെല്ലാം ഞാൻ കേട്ടിട്ട് വരുന്ന, പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല അവിടെ. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ മാലിഗ്നൻസിയുടെ ഇതുണ്ട്, CA-125 എന്ന് പറഞ്ഞ അതിന്റെ ട്യൂമർ മാർക്കർ വിടും. പെട്ടെന്ന് തന്നെ എന്റെ ഇത് വിട്ടു. എല്ലാ ആഴ്ചയിലും എനിക്ക് എന്റെ കുഞ്ഞിനെ ആരും അന്ന് നോക്കിയില്ല. എല്ലാ ആഴ്ചയിലും സ്കാനിങ്. ഇത് വളർന്നുകൊണ്ടിരിക്കുക, 11 സെന്റിമീറ്ററോളം ആയി, ഇത് വളർന്നുകൊണ്ടിരിക്കുക. അപ്പം എല്ലാ ആഴ്ചയിലും എനിക്ക് ഈ ട്യൂമർ മാർക്കർ വിടും. അവരങ്ങ് ഇത് കൺഫേം ആക്കി. അങ്ങനെ 9 മാസം, അപ്പം 8 മാസം കഴിഞ്ഞ് 9ാം മാസത്തിലേക്ക് കയറാൻ സമയത്ത് ലാസ്റ്റ് ആ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇതെന്തുവാന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഒത്തിരി എന്നെ ഇങ്ങനെ മീൻസ് സ്കാനിങ്ങിലെ റിപ്പോർട്ടെല്ലാം എന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഒത്തിരി വിഷമായി പോയി. അന്ന് ഞാൻ അപ്പം വീട്ടിൽ വന്നിട്ട് ബിജാനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും വന്നെങ്കിലും എന്റെ കുഞ്ഞിനെ നോക്കിക്കോണം എന്നൊക്കെ ഞാനിങ്ങനെ മീൻസ് അന്ന് ആ ഒരു 9 മാസക്കാലം എന്ന് പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ പറയുമെങ്കിലും അന്നൊരു വേദനയാ. എങ്ങനെ അതിന്റെ കൂടെ പുതിയ ജോലിയിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. അവിടെ എല്ലാം ദൈവം ഓരോരുത്തരെ എനിക്ക് വേണ്ടി കരുതി. ആ 9 മാസക്കാലം ഇങ്ങനെ എന്നും, പക്ഷെ ഞങ്ങൾ എന്ന് ഒരുമിച്ചിരുന്ന് കൈ കോർത്ത് കരഞ്ഞു. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, കരഞ്ഞു പ്രാർത്ഥിക്കും എന്നും. ഞാൻ ആരാധിക്കും. ഇത്രയും ഇതാണെന്ന് പറഞ്ഞാലും ദൈവസ്ഥനെ ഞാൻ ആരാധിക്കും. ആ സമയത്ത് ആ ആരാധനയെ കർത്താവ് ദൈവം എന്നെ ഓരോ ദിവസവും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് ആ ഡോക്ടറുടെ ഇത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാന ദൈവം നോക്കും, ഇന്ന് വരെയും ദൈവം പരിപാലിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവം ഇനിയും പരിപാലിക്കും. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഒരു പ്രെയർ ഉണ്ട്, ഞങ്ങളുടെ ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് വരുന്നില്ല, എന്റെ മനസ്സിലെന്തോ ഇല്ല, വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരോട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ദൈവദാസൻ ഏതോ ഒരു ദിവസം, അപ്പൊ ഞാൻ ഓക്കെ ആയിട്ടാ പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ ചർച്ചിൽ ആർക്കും അറിയത്തില്ല, ഞങ്ങളുടെ പാസ്റ്റർക്കും ഭാര്യയ്ക്കും അറിയാം ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നറിയാം. അവിടെ വന്നപ്പം ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, എന്നെ അറിയത്തൊന്നുമില്ല, ചുമ്മാതിരുന്ന് മോങ്ങാതെ ദൈവം ചെയ്ത കാര്യം, ഏറ്റ കാര്യം ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അന്നേരം ദൈവം എന്നെ ബലപ്പെടുത്തി. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു സ്നേഹം നമ്മള് ഒന്ന് തളർന്നു പോകുന്നത് കണ്ടപ്പോൾ ദൈവം അതിനുള്ള വ്യക്തിയെ അയച്ചു. അന്ന് ഞാൻ അവിടെ തീരുമാനം എടുത്തു, ഇല്ല ഇനി ഇതിനു വേണ്ടി ദൈവം. അങ്ങനെ ആ 9ാമത്തെ മാസം നോർമൽ ഡെലിവറിയോടുകൂടി ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ തന്നു. അവന് 16 വയസ്സോളം ആയി. അവൻ കീബോർഡ് വായിക്കും. ദൈവം അവനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എല്ലാ ഇൻസ്ട്രുമെന്റ്സും തന്നെ വായിക്കും. അങ്ങനെ
അപ്പം അന്ന് ഞാൻ പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പോലും ഇത് ചെയ്യാതെ ദൈവമാണ് എന്നെ അതിനകത്ത് ബലപ്പെടുത്തി. അപ്പൊ ആ യാത്രയിൽ ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ദൈവത്തിനെ എന്റെ പേരൻസിനെ സ്നേഹിക്കുന്നത് പോലെ എന്റെ ഹസ്ബൻഡിന്റെ പേരൻസിനെ സ്നേഹിക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ദൈവം എന്നെ പഠിപ്പിച്ചു, നീ ചെയ്യുന്നത് അങ്ങനല്ല. പിന്നെ ആ ഒരു യാത്ര, ഇതിലാണ് ദൈവം നമ്മളെ ഓരോ രീതി നടത്തുന്നത്. എന്റെ പേരൻസിനെ പോലെ തന്നെ വിച്ചാന്റെ പേരൻസിനെ സ്നേഹിക്കാൻ ദൈവം എന്നെ ആ ഓരോ ഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ എന്നിലുള്ള ഓരോ ദൈവത്തിന് ഇഷ്ടമില്ലാതെന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായെന്നല്ല, പക്ഷെ പല കാര്യങ്ങളും അവരെ അതുപോലെ സ്നേഹിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഓരോ കാര്യങ്ങളും എന്റെ തെറ്റുകളെ ദൈവം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ദൈവം നമ്മളെ ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ലോകത്തിൽ ഓരോന്ന് തരുന്ന ഇവിടെ ഇങ്ങനെ ഓരോന്നും ചെയ്ത് ഇത് ചെയ്യാനല്ല, നമ്മുടെ നിത്യതയെ നമ്മൾ അനേകരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാനും ഒക്കെ നമ്മളിലുള്ള ചില കുറവുകളെ ദൈവം ഓരോ ദിവസം എന്നെ നിന്ന് എടുത്തു മാറ്റാൻ തുടങ്ങി. അങ്ങനെ അത് ആ സിസ്റ്റ് ഞാൻ പറഞ്ഞു അതും ദൈവം മാറ്റി തരും. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോകാം. പുഷ്പേരിൽ ഇവിടെ നാട്ടിൽ വന്നപ്പോ ഞങ്ങൾ പോയി. അവിടെ അന്നും ഡോക്ടർ പറഞ്ഞു ഇത് മലിഗ്നന്റ് ആന്ന് പറഞ്ഞാ എന്റെ സർജറി ചെയ്തേ. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ അത് ബിനൈനായിക്ക് ദൈവം അത് അങ്ങനെ ആക്കി തന്നു. അപ്പം ദൈവം എനിക്ക് കുഞ്ഞിനെ തന്നു. ദൈവം എനിക്ക് അവിടെ ആ ജോലി ദൈവം എന്നെ ഉറപ്പിച്ചു. എത്രയും നല്ലൊരു ഹോസ്പിറ്റലില് ഇത് കഴിഞ്ഞ് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. അതിപ്പം ശത്രു പ്ലാൻ ചെയ്തത് ദൈവം ഒരു ബലം തന്നതുകൊണ്ട് ദൈവം അവിടെ നിർത്തി. ദൈവം അപ്പൊ അതിനു മുമ്പേ എനിക്ക് കുഞ്ഞുങ്ങളെ തരുമെന്നൊക്കെ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നു. അപ്പൊ അതിലൊക്കെ ഞാൻ വിശ്വസിച്ചു. അപ്പം ദൈവം ഓരോ കാര്യങ്ങളും നമ്മളിൽ ഓരോ ദൈവദാസങ്ങളിൽ കൂടി ഓരോ നമ്മളിൽ വചനത്തിൽ കൂടി നമ്മളോട് ഇടപെടുന്നത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ബലപ്പെടാനാണെന്ന് എന്റെ ദൈവം എനിക്ക് മനസ്സിലാക്കാൻ ഇടയാക്കി. അങ്ങനെ അപ്പൊ അന്നു മുതൽ ദൈവം എന്റെ ജീവിതത്തെ പണിയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഈ ലോകത്തിലൊന്നും നേടാനല്ല, ആ നിത്യതയിൽ അനേകരുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ജോലി മണ്ഡലങ്ങളിൽ ഞാൻ എപ്പോഴും ഒത്തിരി പേരെ രക്ഷിക്കപ്പെടുത്താൻ പേഷ്യൻസിനോടൊക്കെ ഞാൻ പറയും കർത്താവിനെ കുറിച്ച്. ഇപ്പം മുസ്ലിം കൺട്രി ആണെന്ന് പറഞ്ഞാലും ദൈവം എനിക്ക് ചെയ്തെന്ന സാക്ഷ്യം പറയുന്നതിന് എനിക്കൊരു കുഴപ്പവും ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ 10 പ്രാവശ്യം ജീസസ് എന്ന് പറയും. ജീസസ് എനിക്ക് അത് ചെയ്തു, ഇത് ചെയ്തു. അങ്ങനെ എനിക്ക് പറ്റാവുന്ന ആരും നമ്മുടെ അരികിൽ വരുന്നവരാരും ഇത് സുവിശേഷം കേൾക്കാതെ പോകരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലായിരിക്കുമ്പോ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രെയർ വെക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം ഞങ്ങൾ ഒരു വീടിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു ഫ്ലാറ്റ്. അപ്പൊ എല്ലാ ഫ്ലാറ്റുകളും ഞങ്ങൾ ചെന്ന് നോക്കിയിട്ട് ഒത്തിരി അറബികൾ താമസിക്കുന്നത് ഞങ്ങൾ ഇറങ്ങിപ്പോരും. ഈ പ്രാർത്ഥനയ്ക്ക് അവിടെ അപ്പം പിന്നെ അവര് വല്ലതും ഓപ്പോസിറ്റ് പറയുന്നവരായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ബിൽഡിങ്ങിൽ കയറി വന്നു. ഒരു ലാസ്റ്റ് എന്റെ ഹോസ്പിറ്റലിന്റെ തന്നെ അടുത്ത് ഞങ്ങള് മെയിൻ സിറ്റി തന്നെ ഞങ്ങൾക്ക് ദൈവം തന്നത്. വേറൊരിടത്ത് കിട്ടിയില്ല, അവിടെ തന്നെ വന്നെടുത്തു. അപ്പം ഒരു ചർച്ചിലെ ഒരു പ്രെയർ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേല് അങ്ങനെ ആദ്യമൊക്കെ ഇത് ചെയ്തു. പക്ഷെ ഒരു എല്ലാ സാറ്റർഡേയിലും ഞങ്ങളുടെ വീട്ടില് വൈകിട്ട് ഒരു പ്രെയർ നടത്താനായിട്ട് 2-2.5 വർഷക്കാലം ദൈവം അതിന് ഇടയാക്കി. അതിനൊക്കെ ഞങ്ങളുടെ ദേവദാസനാണെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ദേവദാസന് മിക്കവാറും വരാൻ ഞങ്ങള് കുറെ ഈ കൊച്ചോം ബ്രദർ അനു സിസ്റ്ററിന്റെ ഫാമിലി അവരൊക്കെ കൂടി വരുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കും. ആരെങ്കിലും ഒക്കെ ഞങ്ങള് വചനം ഷെയർ ചെയ്യും. ഞങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കൊണ്ടുവരും. അതൊക്കെ അപ്പൊ ഞങ്ങളുടെ ജേക്കബ് ഡാനിയൽ പാസ്റ്റർ ഇവിടെ അബുദാബിയിലുള്ള ഒത്തിരി സപ്പോർട്ടായിരുന്നു. അതിനെ വേറൊരു രീതി കാണാതെ ഞങ്ങളുടെയൊക്കെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഒത്തിരി സപ്പോർട്ട് തന്ന, അതിനൊന്നും ചെയ്യുന്ന ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥന നടത്തുന്നതിനൊന്നും ഒരു എതിര് പറയാൻ ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. അതിനൊക്കെ അപ്പൊ എല്ലാ സാറ്റിലും അപ്പം ദൈവം ഞാൻ ഇരുന്ന് കരഞ്ഞു പാർത്തിയും, കർത്താവെ ഇവിടെ പ്രാർത്ഥന ഞങ്ങൾ നല്ലതായിട്ട് ആരാധിക്കും, നല്ല ശബ്ദം വെളി പോവും. അതിനെതിരായിട്ട് ഒരു വ്യക്തി അവിടെ നിന്ന് ഒരു അറബി ഉണ്ടായിരുന്നു. അതിനെ ദൈവം അവിടെ നിന്ന് എടുത്തു മാറ്റി. ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ നല്ല ഞാൻ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ആരാധിക്കും. വീട്ടിൽ പ്രാർത്ഥന നടത്തുമ്പോൾ നല്ലതായിട്ട് ആരാധിക്കും. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞങ്ങൾ ആരാധിക്കാൻ പോവാ. ഇവിടെ വന്ന് ഒരാൾ ചോദിച്ചാൽ എന്തുവാ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ചു പറയാനുള്ളൊരു കഴിവോ അതിനുള്ള ഒന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നീ ചില ദൂതന്മാരെയൊക്കെ അവിടെ കാവലായിട്ട് വെക്കണം. അങ്ങനെ ഞങ്ങള് ആ പ്രാർത്ഥന 2 വർഷക്കാലം അപ്പം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ വേറെ ഒന്നും നേടാനില്ല. ദൈവസന്നദ്ധിയില് അനേകര് കർത്താവിനെ അറിയാത്തവരുണ്ട്. അവരെ നിങ്ങളുടെ നിഷ്ഠ നഷ്ടപ്പെട്ടു പോരെ എന്ന് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ പല രോഗങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് സൗഖ്യമായി. ഒരു ദിവസം കിച്ചണിൽ നിന്ന് ഞാൻ ഒരു വചനം കേട്ടോണ്ടിരുന്നപ്പോ ഒരു ദേവദാസന് എനിക്ക് എന്റെ TB യുടെ ഇത് ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു.
ഞാൻ അന്ന് ആ കിച്ചണിൽ കിടന്ന് ആരാധിച്ച് ദൈവമേ, എനിക്കറിയില്ല, ഒരു വലിയൊരു ശക്തി എന്റെ മേലെ അന്ന് ആ സമയത്ത് ഒരു വചനം കേട്ട്, ഇതാണ് ആ ദേവദാസൻ പറഞ്ഞ വചനം: നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പല രോഗങ്ങളും ദൈവം സൗഖ്യമാക്കുന്നുണ്ട്, അത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ഈ ഒരു വചനം കേട്ടേ ഉള്ളൂ ഞാൻ. പക്ഷെ ടിബിയുടെ കാര്യം ഒന്നും ഓർത്തില്ല. ഞാൻ അവിടെ കിടന്ന് അവിടെ നിന്ന് ആരാധിച്ചു. ആ ഒരു ആരാധനയില് ദൈവം എന്റെ ആ ടിബിയുടെ ഇത് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ ഒരു ട്രീറ്റ്മെന്റും എടുത്തില്ല. എനിക്ക് നെഗറ്റീവ് ആക്കി തരുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ പല രോഗങ്ങൾ ദൈവം എന്നിൽ നിന്ന് സൗഖ്യമാക്കി. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞാന് എന്റെ ഇളയ കുഞ്ഞിന് ഇപ്പം 5 വയസ്സേ ഉള്ളൂ. പക്ഷെ ഒരു ഇത്രയും ഗ്യാപ്പോടുകൂടി ഒരു ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ആദ്യം ഒരു വലിയ ഭാരം തോന്നി. കർത്താവെ, ഇത്രയും ഗ്യാപ്പ്, അതുപോലെ എന്റെ പ്രായം, എനിക്ക് 40 ഇയേഴ്സ് ആയി ആ സമയത്ത്. ദൈവമേ, ഇനിയും ഒരു കുഞ്ഞ്. പക്ഷേല് അന്നേരം എന്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുക, ഞാൻ അറിയാതെ ഒരു കുഞ്ഞു പോലും ഒരു ഉദരത്തിലും ജനിക്കുന്നില്ല എന്ന്. അന്ന് ഞാന് ദൈവസന്നിധിയില് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷെ പിന്നെ എനിക്കൊരു സംശയം. ഒരു ദിവസം അന്ന് 2 മാസമായി. അപ്പൊ ഒരു ദിവസം ഞങ്ങളൊരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പൊ ദേവദാസൻ ഒന്നും അറിയത്തില്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പോലും അറിയത്തില്ല, 2 മന്ത്സേ ഉള്ളൂ. എന്നോട് ഇങ്ങനെ പറഞ്ഞു: നിന്റെ ഉദരത്തിൽ ഉരുവായത് ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതിയാൽ അത്രേ എന്ന് പറയാനുള്ളേ, അത് ദൈവത്തിന്റെ പദ്ധതിയാന്ന്. അന്ന് എന്റെ ദൈവം അന്ന് എന്നെ ബലപ്പെടുത്തി. കർത്താവെ, അയ്യോ, ഇത് ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ഒന്നും അറിയത്തില്ലാത്തപ്പോ പാസ്റ്റർ വൈഫ് കൂടെ ഉണ്ട്. പാസ്റ്റർ വൈഫ് ഞങ്ങളോട് ചോദിച്ചു, പ്രഗ്നന്റ് ആണോന്ന്. എനിക്ക് അത്രയ്ക്കും ആ ഒരു ദൈവാലോചന, അവർക്ക് പോലും ഒരു ഇത് തോന്നി, ഇത് ഞാൻ പ്രഗ്നന്റ് ആണോ. അന്നേരം ദൈവത്തിന്റെ ആലോചനയാലാണ് ഈ കുഞ്ഞ് എന്റെ ഉദരത്തിൽ ഉരുവായെന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി പ്രയാസത്തിൽ കൂടി കടന്നുപോയി. എനിക്ക് ബ്ലീഡിങ് ആയി. 3 മാസം വരെ കുഴപ്പമില്ല. 3-ാമത്തെ മാസത്തിൽ വളരെ ബ്ലീഡിങ്ങിലോട് ഞാൻ കടന്നുപോയി. അപ്പം ഡോക്ടറിനോട് എന്നെ അഡ്മിറ്റ് ആക്കി. ഡോക്ടർ ഓർക്കുന്ന ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നോണ്ടാണ്. ഇല്ല, പക്ഷെ ഞാൻ ബ്ലഡ് റെസ്റ്റിലായിരുന്നു. പക്ഷേ അന്ന് ഡോക്ടറിനോട് പറഞ്ഞു അഡ്മിറ്റ് ആകണം, ചിലപ്പം ജോലി ചെയ്യുന്നോണ്ടായിരിക്കും ഇങ്ങനെ ബ്ലീഡിങ് ആവുന്നത്. അന്ന് രാത്രി അഡ്മിറ്റ് ആയി കിടന്ന അന്ന് ദിവസം കംപ്ലീറ്റ് ബ്ലീഡിങ്. അപ്പം ഡോക്ടറിനോട് പറഞ്ഞു നാളെ രാവിലെ ഒരു സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് DNC ചെയ്ത് കാണത്തില്ല ഇനി ഒന്നും, എനിക്ക് ഇത്രയും ബ്ലീഡിങ് ആയതല്ലേ. അന്ന് പിറ്റേ ദിവസം രാവിലെ വിചാൻ 7 ദിവസം ഉപവാസത്തിലാ. എന്നിട്ട് എന്നെ സ്കാനിങ്ങിന് കൊണ്ട് വിട്ടിട്ട് വിചാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാന് സ്കാനിങ് കഴിഞ്ഞ ഒരു തരത്തിൽ അവര് തന്നെ എന്നോട് ചോദിച്ചു കൊണ്ടുവിട്ട ആൾ എന്ത് ചെയ്യുന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു വിട്ട പ്രേയറിന് പൊക്കോന്ന് പറഞ്ഞ അവരെന്നെ പിടിച്ച് തിരിച്ച് കിടത്തി. സ്കാൻ ചെയ്തപ്പം കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്. ദൈവത്തിന്റെ ഒരു പദ്ധതി ആയത് കാരണം ആ കുഞ്ഞിനെ ദൈവം എന്നിട്ട് ഡോക്ടറിന് തന്നെ അതിശയം, ഈ ബ്ലീഡിങ് എല്ലാം വന്നിട്ട് അങ്ങനെ ആ ബ്ലീഡിങ്ങിന്റെ അവസ്ഥയെല്ലാം കഴിഞ്ഞ് ഒരു 7 മാസം ആയപ്പോഴത്തേക്ക് എന്റെ മെംബ്രെയിൻ റപ്ചർ ആയി പോയി. ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞൊരു 1.5 ആഴ്ചയോളം 1.5 വീക്ക് ഞാൻ മെംബ്രെയിൻ റപ്ചറായി ഞാൻ നടന്നു. ഞാൻ ജോലിക്ക് പോകാറുണ്ട്. എനിക്ക് അവിടെയൊക്കെ ദൈവം ലൈറ്റ് ആയിട്ടുള്ള ജോലിയെല്ലാം ഒരുക്കി തന്നു. കോവിഡിന്റെ സമയമായിരുന്നു അന്ന്. അന്നേരമൊക്കെ ദൈവത്തിന്റെ ഒരു വലിയൊരു പെർഫെക്റ്റ് ഇതില് എനിക്ക് വേണ്ടി ദൈവം ആളുകളെ ഒരുക്കി, പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തന്നു. പക്ഷേ ഈ 7-ാം മാസം ഞാൻ നടന്നിട്ട് ഒരു സ്കാനിങ്ങിന് ചെന്നപ്പം ഡോക്ടറിനോട് ചോദിച്ചു, ഇതെന്നെ വെള്ളം കുടിക്കുന്നില്ലേ, ഈ ഫ്ലൂയിഡ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു സംശയം, ഇനിയിപ്പം ഈ പോകുന്നത് ഇങ്ങനെ എനിക്കപ്പം തോന്നാറുണ്ട്. അപ്പൊ ഞാനത് യൂറിൻ ആയിരിക്കും പോകുന്നതെന്ന് ഓർത്ത്. പക്ഷേ പിന്നെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഇങ്ങനെ ഒട്ടും ഫ്ലൂയിഡ് ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം എന്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേന് അത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആയിരുന്നു. അത് 1.5 വീക്കായി ഞാൻ ഇത് പോകാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ ജീവനോടെ ഇരുന്നത് ദൈവത്തിന്റെ ഒരു കൃപ മാത്രം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സെപ്റ്റിക് ഷോക്കിൽ പോകേണ്ടതാ ഞാന്. പക്ഷെ ആ 1.5 ആഴ്ചയും അപ്പൊ അത് ഞാൻ ആരാധിക്കുമായിരുന്നു. അപ്പം ദൈവം ആ ഓരോ ആരാധനയിലും പ്രാർത്ഥനയിലും അങ്ങനെ എന്നെ അഡ്മിറ്റ് ആക്കിയപ്പോ എന്നോട് ചോദിച്ചത് എന്ന് തൊട്ടാ ഇങ്ങനെ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇന്നലെ തൊട്ടാന്ന് പറഞ്ഞു. എങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് ഇത്ര ഇതില്ലാതെ 1.5 ആഴ്ചയോളം അന്ന് എന്റെ സ്ക്രീനിങ് ഒക്കെ ചെയ്തപ്പോൾ ഒരു കൾച്ചർ പോലും എനിക്ക് പോസിറ്റീവായിട്ട് വന്നില്ല. എല്ലാം നെഗറ്റീവ് ആയിരുന്നു.
അന്നും അപ്പം അവിടെ ഒരു കുട്ടി വന്നപ്പം എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റി. അപ്പൊ അതിങ്ങനെ ഇങ്ങനെ ഇത് ചെയ്തിരിക്കുമായിരുന്നു, എന്തുവാ തീരുമാനം എടുക്കണ്ടേ ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നതിന്. അപ്പൊ ആ കുഞ്ഞിനോട് എനിക്ക് സുവിശേഷം പറയാനൊക്കെ അപ്പൊ ഞാൻ എന്നെ ഒന്നും നോക്കുന്നില്ല, പക്ഷെ സുവിശേഷം പറയാൻ ദൈവം ഇടയാക്കി. അപ്പം അന്ന് എന്നോട് പറഞ്ഞു, ഇയ്യോ ഞാൻ ഇങ്ങനെ ആരേലും ഇങ്ങനെ എന്നോട് ഇത് പറയാനായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമാ. പക്ഷെ അതിനും ദൈവം ഇടയാക്കി. അന്ന് എന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. 31 വീക്സില് ഹാർട്ട് റേറ്റ് കുറയാൻ തുടങ്ങി. അപ്പം തന്നെ അവർ ഓപ്പറേഷനിലൂടെ എനിക്ക് പ്രീ ടൈം ആയിട്ട് അവനെ എടുത്തു. ദൈവം ഇന്ന് 5 വയസ്സ് കഴിഞ്ഞു അവന്. ദൈവം ഇന്ന് അത്ഭുതമായിട്ട് ദൈവം അവനെ പരിപാലിക്കുന്നു. ആ പ്രീ ടൈം ആയപ്പം ഞങ്ങൾ ഓർത്ത് ഒത്തിരിയും ഭാരപ്പെടും. പക്ഷെ ആ വെളിയിൽ വന്നു കഴിഞ്ഞ് ദൈവം അത്ഭുതമായിട്ട് ആ ഒരു നോർമൽ ഇതിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഒത്തിരി ഇഞ്ചക്ഷൻ, ഒത്തിരി രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ഒത്തിരി. അപ്പൊ അന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതി ആ ദൈവത്തിന് വേണ്ടി ഉള്ളതാണ്. ഞാനത് കേട്ട് കഴിഞ്ഞപ്പം ദൈവസ്ഥനെ ബലപ്പെടാൻ ദൈവം ഇടയാക്കി. അത് കഴിഞ്ഞിട്ട് എന്നോട് ആരെന്നെ കണ്ടാലും എപ്പോഴും ദൈവത്തിന്റെ ആലോചന പറയും. കൂട്ട നിലവിളി ഉയരേണ്ട വീടായിരുന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ മെംബ്രെയിൻ റപ്ചറായി ഞാൻ ഈ 1.5 ആഴ്ചക്കാലം നടന്നപ്പം ഞാൻ ഈ ലോകത്തിൽ ഇരിക്കേണ്ടതല്ല എന്ന് ആരെന്നെ കാണുന്നോ, എത്രയോ പ്രാവശ്യം ഇത് ഞാൻ കേട്ടു. അപ്പം ദൈവത്തിന്റെ ഒരു പദ്ധതി. അപ്പം ഞാൻ ഒരു ആഗ്രഹമേ ഉള്ളൂ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. ഇപ്പൊ ഇന്ന് ഇവിടെ ഞങ്ങൾ സ്കോട്ട്ലൻഡിലായിരിക്കുന്നു. ഞങ്ങൾക്കൊരു ഭവനം ദൈവം തന്നു. അതിപ്പോ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഗ്ലാസ്ഗോയില് ക്രിസ്ത്യൻ അസംബ്ലി എന്നുള്ള ചർച്ചിലാണ്. നല്ലൊരു ദേവദാസന ദൈവം ഞങ്ങൾക്ക് തന്നു. ദേവദാസൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് പ്രെയർ വെക്കാം, ഞാൻ വന്ന് സഹായിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ഒക്കെ, ഇവിടെയൊക്കെ കുറെ കാത്തലിക് ഇതായിട്ടുള്ള നഴ്സുമാരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഒരു പ്രെയർ ദൈവം അനുവദിച്ചാൽ നല്ലൊരു ദേവദാസന ഞങ്ങൾക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പ്രെയർ വെക്കുവാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് വരാം, ഇത് ചെയ്യാം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ആഗ്രഹം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ദൈവം ഞങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് പ്ലാനിലേക്ക് ഇന്ന് മരിച്ചാല് ദൈവസന്നിധിയില് ദൈവം നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണം. ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്കൊക്കെയും എന്റെ 2ാമത്തെ കുഞ്ഞിന്റെ ഡെലിവറിയോടെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ അവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. 9 മന്ത്സും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് എനിക്ക് 3 സെന്റിമീറ്ററോളം ഡയലിറ്റേഷനിൽ അവർ അഡ്മിറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി മുഴുവൻ എനിക്ക് വേദനയാണ്. പക്ഷെ ഇവരെന്നെ നോക്കുന്നില്ല. മീൻസ് ഫുള്ള് ഡയലിറ്റേഷൻ ആകാത്തത് കൊണ്ട് അവരെന്നെ നോക്കിയില്ല. രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ വയ്യ, ഭയങ്കര കണ്ടിന്യൂസ് പെയിൻ. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഇനി പെയിന് തന്നേ പറ്റുള്ളൂ. അപ്പൊ എന്നെ ലേബർ റൂമിലേക്ക് അഡ്മിറ്റ് ആക്കിയിട്ട് എന്നോട് പറഞ്ഞു മാസ്ക് തരാം. അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല, എനിക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ തരണമെന്ന് പറഞ്ഞു. ദയവായിട്ട് എന്നെ കൊണ്ട് ചോദിപ്പിക്കുക. ഞാൻ ഇഞ്ചക്ഷൻ തരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ CTG ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും 60 ഉള്ളൂ. കൊച്ചു മരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. അന്നേരം അവര് പെട്ടെന്ന് തന്നെ എന്നെ എല്ലാം ഇതും ചെയ്ത് എന്നെ ഓപ്പറേഷൻ ചെയ്ത്. അപ്പം പറഞ്ഞു 40 ആയി ഇനിയെന്ന്. അപ്പം ഞാൻ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. നീ ഹസ്ബൻഡിനെ വിളിച്ച് സൈൻ ചെയ്യിപ്പിക്കാനുള്ള സമയം എന്നെ ഉന്തി തള്ളി എന്നെ ഹോസ്പിറ്റലിലേക്ക് കയറ്റി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഞാൻ അവിടെ എല്ലാം റെഡി ആക്കിയിട്ട് ഇത് ചെയ്ത് എന്നെ പൊസിഷൻ ചെയ്തു. അനസ്തെറ്റിസ് എനിക്ക് മരുന്ന് തരാനായിട്ട് തന്നപ്പോൾ ഞാൻ കർത്താവോട്, കർത്താവേ ഞാൻ നിന്നോട് ബ്രീച്ച് ആയിരുന്നു അപ്പൊ ആദ്യം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഇവനൊന്ന് നോർമൽ ഡെലിവറിയിലാകാൻ. അപ്പൊ ഇത് പ്രാർത്ഥിച്ചത് മുഴുവൻ ഇതിനു വേണ്ടി, ഈ ഓപ്പറേഷന് വേണ്ടി ഒക്കെ ആയിരുന്നോ? ആ സെക്കൻഡിൽ എന്റെ കുഞ്ഞപ്പം അവന്റെ ഹെഡ് ഒത്തിരി മുകളിൽ, അവർക്ക് ഒട്ടും അല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. ആ സെക്കൻഡില് ആ കുഞ്ഞിന്റെ തല താഴെ വന്നു. അപ്പോഴത്തേനും ആ ഡോക്ടർ പറഞ്ഞു സംതിങ് മിറക്കിൾ ഈസ് ഹാപ്പനിങ് എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് പുഷ് ചെയ്ത് നിന്റെ കുഞ്ഞിന്റെ തല താഴെ വന്നു. പെട്ടെന്ന് തന്നെ കൊച്ചു വന്നു. അവൻ പക്ഷെ ഒത്തിരി കറുത്ത് ഇങ്ങനെ ഇരിക്കുക, കരയുന്നില്ല,
പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ്. അപ്പം അവൻ ആ ലോകത്തുനിന്ന് കർത്താവ് എടുത്തു മാറ്റേണ്ട ആ സമയമായിരുന്നു. എന്നിട്ട് പക്ഷെ ദൈവം ആ പിശാചിന്റെ പ്ലാനുകളെ എല്ലാം ദൈവം മാറ്റി. എനിക്ക് അപ്പം ഞാൻ അവിടെ കിടന്ന് കർത്താവ് എനിക്ക് ചെയ്തു തന്നു, ദൈവം ചെയ്തു, ദൈവത്തെ സാക്ഷീകരിപ്പാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ അനേകരുടെ മുമ്പിൽ അത് പറയാൻ ദൈവം എന്നെ ഇടയാക്കി. അപ്പൊ അനസ്തറ്റിസ്റ്റ് ചോദിച്ചു, ഞാൻ ഈ ലോഡ് ചെയ്ത മരുന്നെല്ലാം ഞാൻ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ മീൻസ് അപ്പം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അങ്ങനെ പല വേളകളില്. അപ്പൊ എന്റെ 3 നിലയിലും ഇപ്പൊ ഞാൻ 3 കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇതാണ്. അപ്പം ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക, നിങ്ങളെ ദൈവം ഈ ലോകത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. അവരോട് ഇപ്പൊ മറ്റേ ഇളയ കുഞ്ഞാ, പക്ഷെ അവർക്ക് അത്രയും അവനെ മനസ്സിലാക്കാറായിട്ടില്ല. ബാക്കി 2 പേരോടും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്തിലൊന്നും നേടാനല്ല, നിങ്ങൾ കർത്താവിനെ കുറിച്ച് പറയണം. കർത്താവിന്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ലോകത്തിൽ നിന്നായിരിക്കുന്നത്. അതുപോലെ എന്റെ രണ്ടാമത്തെ കുഞ്ഞ് 1.5 വയസ്സായപ്പം അവന് ഫിറ്റ്സ് വന്നിട്ട് അവൻ എന്റെ കൈ മരിച്ചു അതുപോലെ ഇരുന്നു. എന്റെ ഹോസ്പിറ്റലിലുള്ള ആ ബിൽഡിംഗ് മുഴുവൻ താമസിക്കുന്നത് എന്റെ ഹോസ്പിറ്റലിൽ തന്നെയാ. അപ്പൊ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് ഓടി ലിഫ്റ്റ് കയറി. അപ്പൊ ലിഫ്റ്റ് എന്ന് നിന്ന് ഒരു 2nd ഫ്ലോറിൽ. അപ്പൊ ഞാൻ താഴെ ഞെക്കാനൊന്നും ഉള്ള ഇതില്ല. ഞാൻ ഈ ചോദിക്കുന്ന മുഴുവൻ, കർത്താവെ നീ ഇവനെ കുറിച്ച് എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം എന്തിയെ എന്നാണ് ഈ ചോദിക്കുന്നത്. എങ്കിൽ ഇവൻ ഉണ്ടാകുന്നതിന് മുമ്പ് രണ്ടാമത്തെ കുഞ്ഞിനെ കുറിച്ച് എന്നോട് കർത്താവ് പറഞ്ഞ കാര്യം. അപ്പൊ ഞാൻ ആ ലിഫ്റ്റ് തുറന്നിടത്തോട്ട് കൊച്ചിനെ കൊണ്ടേ താഴെ അങ്ങ് ഇട്ടു. മീൻസ് ഇനിയും ജീവനില്ല. അപ്പൊ ഇനിയും അങ്ങോട്ട് മുമ്പോട്ട് എന്തെങ്കിലും ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഒരു ഫിലിപ്പിനോ ഒരു നഴ്സ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുന്ന, എനിക്കറിയില്ല പുള്ളിക്കാരി ഓടി വന്നിട്ട് നോക്കിയപ്പം കൊച്ചിന് ജീവനില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ മൗത്ത് ടു മൗത്ത് കൊടുക്ക, ഞാൻ ഇതിന് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കാം എന്ന്. വന്നിട്ട് വേറെ ഒരാൾ വന്നപ്പോ അവരോട് പറഞ്ഞു, നീ 999 വിളിക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞുകൊണ്ടായി ഇത് എനിക്ക് മൗറ്റ് കൊടുക്കാനൊന്നും ഉള്ള ആ ഒരു അവസ്ഥയല്ല, എന്റെ കുഞ്ഞിങ്ങനെ മരിച്ചിരിക്കുന്ന. അപ്പം ആ ഒരു നിമിഷം ദൈവം ആ കുഞ്ഞിന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, അപ്പം വിചാൻ വണ്ടിക്ക് വേണ്ടി വണ്ടി കീയും എടുത്തോണ്ട് താഴെ വന്നിട്ട് എന്നെ കാണുന്നില്ല. ആ സെക്കൻഡിൽ ആ കുഞ്ഞിന് ദൈവം ജീവൻ കൊടുത്തു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ കൊച്ചു പൂർണ്ണമായിട്ടും ഇതായിട്ട് തീർന്നു. അപ്പം ദൈവം ഇതില്ലാത്തൂടെ കടത്തുവിടുന്നത് ഞാൻ അപ്പോൾ ഓർത്ത്, കർത്താവ് നമ്മളെ ഓരോ ദിവസവും ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കടന്നു പോകുന്ന വഴി ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. എനിക്ക് ഓർത്ത് കഴിഞ്ഞാൽ ദൈവം ചെയ്തല്ല. എനിക്ക് പലപ്പോഴും ഞാൻ ഒരു കഴിവുമില്ല, ഒരു മിടുക്കുമില്ല, പോയിരുന്ന് പൊട്ടിയെ പോലെ കരയാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് കരയും. അങ്ങനെ പല ഇതില്. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്നും ഈ ലോകത്ത് നേടിയില്ലല്ലോ. അപ്പച്ചനെ പറഞ്ഞ് സത്യവേലക്കാരായി അങ്ങിയല്ലണമെന്ന് 3 പിള്ളേരോടും. അത് ഞാൻ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അനേകർ യേശുവിനെ അറിയാത്തവരുണ്ട്. ഇന്ന് സ്കോട്ട്ലൻഡിലായിരിക്കുമ്പോ ദൈവം ഇവരോടൊക്കെ സംസാരിക്കുമ്പോ ഞാൻ ഓർത്ത അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ദൈവത്തെ അറിയാത്ത. ഇവിടെ ഈ ജനം എന്ന് പറയുന്നത് ഒരു മനുഷ്യർക്കും ദൈവം ഇല്ല. ആരോട് ചോദിച്ചാലും ഞാൻ എന്നും ഇങ്ങനെ എന്തായാലും ഇവരോടൊന്ന് സംസാരിക്കാനായിട്ടൊന്നും ഒരു അവസരം കിട്ടണമല്ലോ. അപ്പൊ ഞാൻ പറയും, സൺഡേ ആണല്ലോ, ഇന്ന് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾക്ക് ഒരു മിസ്സിങ് ഇല്ല. പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ദൈവം ഇല്ല, റിലീജിയൻ ഇല്ല. ഇവിടെ നിന്ന് അനേകര് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ദൈവത്തെ പ്രസംഗിച്ചവരാ. പക്ഷേ ഇന്ന് ഈ ദേശത്ത് ഒരു മനുഷ്യർക്ക് പോലും ദൈവം ഇല്ല, റിലീജിയനെ ഇല്ല, കർത്താവിനെ അറിയത്തില്ല. പക്ഷെ ഇവരോടൊന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവർക്ക് അതിനോട് കേൾക്കാൻ പോലും ഒരു താല്പര്യമില്ല. അപ്പൊ അന്ന് ഞാനപ്പോ ഇങ്ങനെ ഓരോരുത്തരോടും കർത്താവിനെ കുറിച്ച് പറയാറുണ്ട്, പറയാൻ പറ്റുന്നവരോട്. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയും, ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇവിടെ വന്നതുപോലും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഇങ്ങോട്ട് വരാൻ നേരത്ത് എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യേണ്ട ഡേറ്റിൽ എനിക്ക് അവിടുന്ന് റിലീസ് കിട്ടത്തില്ല. പക്ഷേല് ഞാൻ അവിടെ ഒന്ന് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ ദൈവം അവിടെ കൊണ്ടുപോകാനാണെങ്കിൽ എന്റെ ഈ സമയത്ത് അവരവിടെ അതിനുവേണ്ടി ഒരുക്കണം. അങ്ങനെ എനിക്ക് വേണ്ടി തന്നെ എന്ന് പറഞ്ഞതുപോലെ അവര് ആ ജനുവരി 15 ഫെബ്രുവരി 15 മാറ്റി ആ ഡേറ്റ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്കോട്ട്ലൻഡ് ഞങ്ങൾ കുടുംബമായിട്ട് വരാനായിട്ട്. അതിനകത്തൊക്കെ ഒത്തിരി പ്രവർത്തികളുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. അങ്ങനെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. അപ്പം ദൈവം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ ത്രോട്ടിലൊരു എനിക്ക് ഡോക്ടർ എന്ന് ടെസ്റ്റ് ചെയ്തവൻ പറഞ്ഞു, ഇവിടെ ത്രോട്ടിൽ ഒരു മുഴയുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് സ്കാൻ ചെയ്ത ആ വ്യക്തിയും പോലും പറഞ്ഞു
അയ്യോ നിന്റെ ത്രോട്ടിൽ ഇങ്ങനെ ഉണ്ട്. സ്കാൻ ചെയ്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ച ഡോക്ടർ ലീവ് ആയിരുന്നു, അപ്പം വെയിറ്റ് ആയി. ആ ഒരാഴ്ച ഞങ്ങള് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിക്കുമായിരുന്നു. അത് വേറൊരു ഇങ്ങനെ ഇന്ന് ഉപവസിച്ചതാ, ഇതിനായിട്ടല്ല, പക്ഷെ ഉപവാസത്തില് വിചാൻ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, ഇത് മാറിപ്പോട്ടെ. ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങള് ചെന്ന് കഴിഞ്ഞ് ആ ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടറിനോട് പറയുവാ, നിനക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ, ഇത് പക്ഷെ എനിക്ക് അന്ന് തോന്നി, ഇത് ചെയ്തപ്പം പറഞ്ഞു ഇതുണ്ടായിരുന്നതായിട്ട് തോന്നി, പക്ഷെ ഇന്ന് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ചോദിച്ചു, ഞാൻ ഇങ്ങനെ വലിയ അത്ഭുതത്തിൽ ഇരുന്നപ്പം ഡോക്ടറോട് ചോദിച്ചാൽ നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞേ. അത് ശരിയാ, പക്ഷേ ഇങ്ങനെ ഞാൻ അന്നേരം പറഞ്ഞു ദൈവത്തിന്റെ പ്രവൃത്തിയാ, ഞങ്ങള് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം എന്നേ പറയാനുള്ളൂ. ദൈവം ചെയ്തു തന്ന് ഓർത്തു കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മ. ഇന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ പോലും ഞാൻ കണ്ണുനീരോടെ കരയാറുണ്ട്. കർത്താവെ, ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ ദൈവം ഇന്ന് ഇത്രത്തോളം നടത്തിയെങ്കിൽ ആ ദൈവത്തെ പറയാനല്ലാതെ ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിക്കുന്നെങ്കിൽ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ സന്നദ്ധിയില് ഒന്നിനും ഒരു കുറവില്ല. ദൈവം നമ്മളെ വിളിച്ചതാ നിത്യജീവങ്കിലേക്കാ. അപ്പൊ അതിലേക്ക് നമ്മൾ നടക്കുന്ന വഴി നമുക്ക് ആവശ്യമുള്ള എല്ലാം ദൈവം നമുക്ക് തരും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ജീവനോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ കൃപയാ. ഇങ്ങനെ കുടുംബമായിട്ട് കർത്താവിന്റെ സന്നിധി ദൈവം ഇങ്ങനെ ഞങ്ങളെ ആക്കിയിരിക്കുന്നത്. ദൈവം ചെയ്തു തന്ന അത്ഭുതങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ എത്ര സ്തുതിച്ചാലും മതിവരാത്ത രീതിയിൽ ദൈവം ഞങ്ങളെ നിർത്തി. പല കാര്യങ്ങൾ എന്റെ ജോലിയിൽ ഞാൻ അബദ്ധമില്ലാതെ ഞാൻ മിക്കവാറും ഉപവസിച്ചിട്ട് ജോലിക്കുന്ന പല പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ചെയ്യാത്ത തെറ്റുകൾക്ക് പലപ്പോഴും നിൽക്കേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഒരു രീതിയിലും ദൈവം നിന്ദിക്കാൻ ഇടവരാത്താതെ ജോലിയിലെല്ലാം ദൈവം പരിപാലിച്ചു. പല കാര്യങ്ങളും പലരെനിക്കെതിരെ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ദൈവത്തിന്റെ കരം എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിപ്പാനിടയായി. ഇന്നുവരെയും അത്ഭുതമായി ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു. ഇന്ന് ആരെങ്കിലും പ്രയാസത്തിലൂടെയോ ബുദ്ധിമുട്ടിലോ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സ്നേഹം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾക്ക് വിടുതൽ തരാൻ കഴിയാത്ത ഒരു കാര്യം. പിന്നെ ദൈവത്തിന് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട് നമ്മളെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ കഷ്ടതയില്ലെന്നല്ല, പ്രയാസം ഇല്ലെന്നല്ല, അതിനകത്തൊക്കെ നിൽപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരും. അങ്ങനെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും പണിയുന്നത്. കർത്താവിന് ഇഷ്ടമുള്ള പാത്രമാക്കി തീർക്കണമെങ്കിൽ ഇതിലൊക്കെ കൂടെ കടന്നു പോയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദൈവസ്ഥനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളായി തീരണമെന്ന് കർത്താവിന്റെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് കൊടുത്താൽ മാത്രം, ദൈവസ്ഥനെ നമ്മൾ ഇരിക്കണമെങ്കിൽ നമുക്ക് പ്രയാസങ്ങളും ഭാരങ്ങളും വരാൻ നമ്മൾക്ക് ദൈവസ്ഥനയിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ വന്നിട്ടും ഞങ്ങൾക്ക് പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ ദൈവം അവിടെയല്ല, ഓരോ രീതിയിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് തിരിഞ്ഞു ചിന്തിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനല്ലാതെ ഒന്നുമില്ല. അപ്പം ദൈവം ഇന്ന് കുടുംബമായിട്ട് ഞങ്ങൾ എവിടെ ആക്കിയിരിക്കണം. തലമുറകളെ ദൈവം സൂക്ഷിക്കുന്നവരൊക്കെയും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. ദൈവം ഇങ്ങനെ ദൈവത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെടും. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്ര സാക്ഷ്യത്തിന് അവസരം തന്ന ദേവദാസിനോടും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിമാ സിസ്റ്ററെ കേട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ 3 പേരല്ലേ, ശമൂവേലും മോസസും, നമുക്ക് കൊച്ചു പോൾ, ശമൂവേൽ മോസസ് ആൻഡ് പോൾ. ശമൂവേൽ മോസസ് നമ്മുടെ സൺഡേ സ്കൂളിന് കയറുമായിരുന്നു. പോളിന് എത്ര വയസ്സായി ഇപ്പം? 5 വയസ്സ് കഴിഞ്ഞു പോളിന്. അതെ. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര നല്ല അത്ഭുതകരമാകുന്ന ജീവിതാനുഭവമാണ്. ദൈവം നിങ്ങളെ ഇനിയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ, നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്കോട്ട്ലൻഡിലേക്ക് ദൈവം നിങ്ങളെയൊക്കെ കൊണ്ടുപോയത്, സ്കോട്ട്ലൻഡിലേക്ക് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലേക്ക് കൊണ്ടുപോയത് ഒരു ദൈവരാജ്യത്തിൻ്റെ പർപ്പസോടുകൂടിയാണ്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആത്മാക്കളുടെ വില ഒരുപോലെ. നോർത്ത് ഇന്ത്യയിലുള്ള ആത്മാക്കൾക്ക് എന്ത് വിലയുണ്ട്, അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ക്രിസ്ത്യൻ പഴയ രാജ്യങ്ങളിലെ ഓരോ ആത്മാക്കളും. പ്രത്യേകിച്ചും അവരുടെയൊക്കെ ഫോർഫാദേഴ്സ് കർത്താവിനെ പിൻപറ്റിയതായതുകൊണ്ട് അവരോടുള്ള നീതി അടുത്ത ജനറേഷനിൽ ദൈവത്തിന് നിവർത്തിക്കണം അല്ലേ. വലിയ വലിയ കൊച്ചുമാരൊക്കെ കർത്താവിനെ അറിഞ്ഞിട്ട് കൊച്ചുമക്കൾ നഷ്ടപ്പെടുകയെന്ന് പറയുമ്പോൾ ദൈവം അവരെ മടക്കിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ ഒരുക്കും. അപ്പം നിങ്ങളെയൊക്കെ അതിനുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ബിജു ബ്രദറുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബിജു ബ്രദർ എപ്പോഴും കയ്യിൽ ട്രാക്റ്റ് കരുതും, തന്നെ ജോലിയുടെ സംബന്ധമായി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ട്രാക്റ്റ് കൊടുക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങൾ ട്രാക്റ്റ് നാട്ടിൽ പോകുമ്പോഴാണല്ലോ ഞങ്ങൾ ട്രാക്റ്റ് എവിടെ നിന്നെങ്കിലും കുറച്ചൊക്കെ മേടിച്ച് ഞങ്ങൾ പോകുന്ന വഴികളിൽ
ഞങ്ങള് കൊട്ടാരക്കരയിൽ നിന്ന് കോട്ടയം പോണം. അപ്പം ഇടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി ഞങ്ങള് ട്രാക്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഇതിൽ ഞങ്ങളെ ദൈവം എന്താ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ചെയ്യണമെന്നുള്ള, ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ കർത്താവിന് നമുക്ക് എന്താ ചെയ്തു കൊടുക്കാനുള്ളത് എങ്കിൽ ഇത്രയും ഇങ്ങനെ കൊണ്ടുവന്ന് ഒന്നും പറയാനില്ല. പോയിരുന്ന് കരയും, അത്രേ അറിയാവുള്ളായിരുന്നു. പക്ഷെ ദൈവം ഇത്രത്തോളം ഇങ്ങനെ അത്ഭുതമായി ദൈവം നടത്തി. അപ്പം ദൈവത്തിന്റെ ആ സ്നേഹം ഓർത്തു കഴിഞ്ഞാല് തിരിച്ചു കൊടുക്കാനൊന്നുമില്ല. പിന്നെ ഇത് മാത്രമല്ല, നിത്യത അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങൾക്ക് എത്ര ഇവിടെ നേടിയാലും ഇവിടെ തന്നതെല്ലാം, ഇവിടെ എന്ത് രോഗസൗഖ്യം ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. പക്ഷെ അങ്ങ് എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ വേണം. അത് മാത്രം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. സ്കോട്ട്ലൻഡിൽ നിന്ന് ഒത്തിരി മിഷണറിമാർ വന്നിട്ടുള്ളൊരു ദേശമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പേര് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ നാടാണ് സ്കോട്ട്ലൻഡ്. അതുപോലെ എറിക് ലിഡിൽ സ്കോട്ട്ലൻഡിൻ്റെ ഇതിഹാസ ഓട്ടക്കാരനായിരുന്നു, അതോടൊപ്പം മിഷണറി ആയിരുന്നു. ഇന്ത്യയിലേക്ക് വന്ന സ്കോട്ടിഷ് മിഷണറിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ജോൺ വിൽസൺ, ഞങ്ങളുടെ മുംബൈയിലുള്ള വിൽസൺ കോളേജ് തുടങ്ങിയത് ജോൺ വിൽസനാണ്. മുംബൈയിലെ തന്നെ ഏറ്റവും പഴയ കോളേജുകളിൽ ഒന്ന്. എമി കാൾ മൈക്കിൾ, തഞ്ചാവൂർ. എമി സ്കോട്ടിഷുകാരിയായിരുന്നു. അപ്പോൾ അന്ന് ഒത്തിരി മിഷണറിമാരെ നൽകിയിട്ടുള്ളൊരു ദേശമാണ് സ്കോട്ടിഷ് മിഷൻ സൊസൈറ്റി. സ്കോട്ട്ലൻഡിൽ നിന്ന് മിഷണറിമാരെ അയക്കുന്ന സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങളെ ദൈവം മിഷണറിമാരായിട്ട് അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കേവലം ബിജുബ്രദറിനെയും ആൻസിസ്റ്ററേയും മാത്രമല്ല ഉദ്ദേശിച്ച് പറയുന്നത്, നമുക്ക് അസാധ്യയുടെ പ്രേക്ഷകർ സ്കോട്ട്ലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും അയർലൻഡിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്നവരോട് പറയുക, നിങ്ങളെ ദൈവം ഒരു മിഷണറി പർപ്പസോടെ അയച്ചു എന്നൊരു വലിയ ബോധ്യമുണ്ടാകണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മൈഗ്രേഷനെതിരെയൊക്കെ ഒത്തിരി ശബ്ദങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്, മൈഗ്രേഷനെതിരെ. പക്ഷേ ദൈവം നിങ്ങളെ ഒരു പർപ്പസോട് കൂടിയാണ് അയച്ചതെങ്കിൽ ദൈവത്തിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷനും ഉണ്ടാകും. ദൈവം ചെയ്യുവാൻ ഏൽപ്പിച്ച പർപ്പസ് ചെയ്യണം. കൂടുതലും ആളുകൾ ഇങ്ങനെയുള്ള മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ അവിടെ അങ്ങനെ നമ്മളെപ്പോലുള്ളവരായിരിക്കത്തില്ലല്ലോ എപ്പോഴും. അവരവരുടെ പിന്നെ ജീവിതം കൂടുതൽ സെക്യൂർ ആക്കുവാൻ, കൂടുതൽ ഒരു കംഫർട്ടബിൾ ആക്കുവാനൊക്കെ ആയിരിക്കാം ശ്രമിക്കുന്നത്. അവരങ്ങനെ ചെയ്യുമ്പോൾ ആ നാട്ടുകാർക്ക് അസൂയയും പിണക്കമൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ ദെയർ വിത്ത് എ മിഷൻ. അപ്പോൾ ആ ബോധ്യത്തോട് നമ്മൾ ജീവിച്ചാൽ ദൈവത്തിൻ്റെ മിഷനിൽ നിൽക്കുന്നവരെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. ദൈവം നിങ്ങളെ എല്ലാവരും അവിടെ പ്രോസ്പർ ചെയ്യും. ആ ദേശത്ത് ജോസഫിനെ എങ്ങനെയാണ് അന്യദേശത്ത് ദൈവം നിർത്തിയത്, അനുഗ്രഹിച്ചത്, കാരണം വിത്ത് എ പർപ്പസാണ് ജോസഫ് പോയത്. അതുപോലെ ദൈവം നിങ്ങളെ എല്ലാവരും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിതാനുഭവങ്ങൾ ഉണ്ടെന്നറിയാം. ദൈവം അയച്ചെങ്കിൽ ദൈവത്തിന്റെ സമയം വരെ നിർത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം. അപ്പൊ ഈ ഒരു കാര്യം PR-ന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ആണെങ്കിൽ ദൈവത്തിന് എത്ര സമയം വരെ നിർത്താറുണ്ട് അത്രയും സമയം വരെ നമ്മൾ നിൽക്കുക. അല്ല, നമുക്ക് അതിനകത്ത് ഒന്നുമില്ല. കർത്താവിന് മുഴുവൻ ദൈവസ്ഥനെ ഞങ്ങള് ഇത് ചെയ്തേക്കുന്ന കാര്യങ്ങൾ. അതും കൂടെ ഞങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാറേ ഇല്ല. ഇങ്ങനെ കേൾക്കുന്ന കാര്യങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ഒരു കാര്യം ചെയ്യാനല്ല, നമുക്ക് ഈ ലോകത്തിൽ ഒന്നും നേടാനായിട്ടല്ല. പിന്നെ ഒരു വീട് കർത്താവ് തന്നു കേട്ടോ. പക്ഷെ എനിക്ക് പ്രാർത്ഥന നടത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആ ഒരു ഇത് ചെയ്തത്. പക്ഷെ ദൈവം തന്നു. അപ്പം ദൈവസന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവ് നമ്മളെ കൊണ്ട് എന്ത് ഈ ദേശത്ത് ഇപ്പം ഞങ്ങളുടെ കൂടെ നഴ്സുമാരായിട്ട് ഒത്തിരി പേരുണ്ട്. പക്ഷെ ആരും അങ്ങനെ പ്രാർത്ഥനയിൽ അടുക്കുന്നൊന്നും ഇല്ല. എങ്കിലും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവം അങ്ങനെയുള്ളവരെ അപ്പം നിങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് വന്ന് പ്രാർത്ഥന നടത്താം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സിറ്റിയുടെ പേരെന്തുവാ ചോദിച്ചത്? ഫാൽക്രിക്ക. ശരി, അവിടെയും ദൈവം നല്ലൊരു കൂട്ടായ്മ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ഇങ്ങനെ എൻ്റെ കൂടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ വന്നവരുണ്ട്. പിന്നെ ഇങ്ങനെ വിളിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ആൻസിസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. കാന്യമാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല അപ്പച്ചാ, കർത്താവേ, നിന്റെ സന്നയിൽ കർത്താവെ ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരുക്കിയ ഭാഗ്യത്തിനായ ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. അപ്പച്ചാ, ഇന്ന് കർത്താവെ ഞങ്ങൾ ഇന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞു കർത്താവെ, അത് അനേകരെ ബലപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഭാരത്തിലോ വിഷമത്തിലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ,
ദൈവമേ, നീ അറിയാതെ ഒരു തലമുടി നാര് പോലും പൊഴിയത്തില്ലെങ്കിൽ നീ അവരെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്നൊക്കെ നീ അറിഞ്ഞിട്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പാ, നിന്റെ ഹിതം അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ്, ഹാലലുയ, അപ്പാ, നിറപടിയായി നിറവേറുവാൻ ദൈവം ഇടയാക്കണം. സഹിപ്പാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണം. അന്ന് കർത്താവ് ദൈവം എന്താഗ്രഹിക്കുന്നോ അപ്രകാരം അവർ പുറത്തു വരുവാൻ ദൈവം ഇടയാക്കണം. ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവ് ക്ഷീണിച്ചും തളർന്നും പോകുവാൻ, അല്ലല്ലോ ഈ വിശ്വാസം കർത്താവ് വിട്ടുകളയാതെ വേണം അനേകർ ദൈവത്തെ അറിയുവാൻ, അല്ല ദൈവം ഇടയാക്കണം. കർത്താവെ, ചാനലിൽ കൂടി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കണം. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ദൈവാത്മാവ് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ചെയ്യുന്ന വേലകൾ കർത്താവ് അനേകർക്ക് അനുഗ്രഹമായി തീർക്കുന്നതിനായി സ്തോത്രം. ദൈവ കർത്താവ് ഇനിയും അനുഗ്രഹിക്കണം. കേൾക്കുന്ന ഓരോരുത്തരും ദൈവം ബലപ്പെടുത്തണം, ദൈവം ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായ ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ആൻസിസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ, സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ. അത്ഭുതകരമായിട്ട് ദൈവം 3 തലമുറകളെ, 3 മക്കളെ നൽകി. ആദ്യത്തെ തലമുറ ഉണ്ടാകുമ്പോൾ തന്നെ വലിയ പ്രതിസന്ധികളായിരുന്നു. പക്ഷേ വലിയ മിറക്കിളാണ് സിസ്റ്ററെ. ചെറിയ സാക്ഷ്യമൊന്നുമില്ല സിസ്റ്റർ പറഞ്ഞത്. സാധാരണമാകുന്ന ദൈവിക പ്രവൃത്തിയുടെ സാക്ഷ്യം ദൈവനെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. കർത്താവ് കരം പിടിച്ച് നടത്തിയ വളരെ അത്ഭുതകരമായ സാക്ഷ്യം തീർച്ചയായും അനേകരുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹവിടുതലുമായി തീരും. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു.